അന്ന് പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, സ്വന്തമായിട്ട് കഥ പറയുന്നുണ്ട്. ഇങ്ങോട്ട് ആൾക്കാർ പറയും ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒരു സാധാരണപ്പെട്ട വ്യക്തി വന്നിട്ട് പറഞ്ഞു ഞാൻ ഇത്രത്തോളം വലുതായി. അത് ഒരുപാട് ജനങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യൻ സക്സസ് ആവുന്നത് അദ്ദേഹം വിചാരിക്കുന്നിടത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മാനസികമായിട്ട് ഇപ്പൊ ഒരു പെട്ടിക്കട നടത്തുന്ന ആളായിരിക്കാം, ആ പെട്ടിക്കടക്കാരന് മാനസിക സന്തോഷമുണ്ടെങ്കിൽ അദ്ദേഹം ഹാപ്പിയാണ്. ഇപ്പം ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കോടിക്കണക്കിനേക്കാൾ ഏറെ നമ്മൾ സക്സസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗും ബ്രാൻഡിങ്ങും രണ്ടാണ്. ഇങ്ങനെയുള്ള കുറെ ധാരണകളുണ്ട്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആദ്യം നമ്മൾ ഫേസ് ആയിട്ട് വരുന്നത്. ട്രേഡ് മാർക്ക് നമ്മൾ എടുത്തില്ല എന്ന് കരുതുക, നമുക്ക് കച്ചവടം വരുമ്പോൾ നമുക്ക് ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കച്ചവടമേ നടന്നില്ലെങ്കിൽ ഇപ്പൊ കാഡ്ബറീസ് അല്ലെങ്കിൽ നെസ്ലെ ഇവര് തുടങ്ങിയപ്പോ ചിലപ്പോ ആ നെസ്ലെന്ന് വെറുതെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അവരുടെ കയ്യിൽ ഇമ്മൻസി ഫണ്ടായപ്പോഴാണ് അവർ കോടികൾ മുടക്കിയത് റീബ്രാൻഡ് ചെയ്യുന്നത്. ഇത്രയും പൈസക്ക് റണ്ണിംഗ് ടെസ്റ്റിൽ ഞാൻ വേണമെങ്കിൽ എഴുതാനായിരുന്നു, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാശ് പിന്നീടാണ് അതും ഒരു മാർക്കറ്റിംഗ് ആണ്. 50,000 രൂപയിൽ അത് 10,000 രൂപയിൽ ഒതുക്കി ചാറ്റ് ജിപിടി ലോഗോ എടുത്താലും തെറ്റില്ല. 4.5 ലക്ഷം രൂപ കൈ പിടിച്ചിട്ട് 50,000 രൂപയുടെ ഇത് ലോഗോ ഉണ്ടാക്കണോ, അതോ 50,000 രൂപ കൈ പിടിച്ചിട്ട് 4.5 ലക്ഷം രൂപയുടെ ലോഗോ ഉണ്ടാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് ആണ്. ഇവർ ഇതിനെ കുറിച്ച് അവെയർ അല്ല. അത് കാരണം എന്ത് ചെയ്യാണ്, വരുന്നവനും പോകുന്നവനൊക്കെ പറ്റിച്ചിട്ട് കാശും കൊണ്ട് പോവാണ്. 3 അക്ഷരമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ ആ ബ്രാൻഡിന്റെ ലോഗോ ഞാൻ ചോദിച്ചു എത്ര രൂപ ഈ ലോഗോ, ഭയങ്കര രസമുണ്ടല്ലോ, ഇത് 4,000 രൂപയുള്ളൂ. എല്ലാവർക്കും അവൻ 2 ലക്ഷം രൂപയ്ക്കാണ് ചെയ്യുന്നത്, അവൻ എനിക്ക് 75,000 രൂപയ്ക്ക് ലോഗോ ചെയ്തത്. ഇദ്ദേഹം വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എല്ലാവർക്കും 75,000 രൂപയ്ക്കാണ് ചെയ്യുന്നത്, ഇവരും 75,000 രൂപയ്ക്കാണ്. എവിടെ ക്യാഷ് സേവ് ചെയ്യാമെന്ന് പഠിച്ചേ പറ്റൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സക്സസ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആണ്. സക്സസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവളെന്തോ വലിയ ഇതായി എന്നുള്ളൊരു ഫീല് വരും. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സക്സസ് ആകുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും. തോളത്തൊക്കെ തട്ടി നന്നായി വരും എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് ശത്രുക്കളാണ്. ബാർബറായ ഒരു ബാലൻ ഉണ്ടാകരുത് അശോക് കുമാറിന്റെ ജീവിതത്തിൽ. ഈ അക്കൗണ്ട് ബാലൻസ് കൂടുന്നത് വെച്ചിട്ടാണ് പലപ്പോഴും പാർട്ട്ണർഷിപ്പുകൾ പിരിയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് 2 അഭിപ്രായങ്ങൾ വരുമ്പോഴാണ്. ഒരു രീതിയിൽ സോറി പറഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരാളാണ് രംഗുനാണെങ്കിൽ എന്ത് ചെയ്താലും സോറി കേൾക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. ചിലപ്പോ ഞാൻ വിട്ടുകൊടുക്കുമായിരിക്കും, ഒരു സോറി പറഞ്ഞാൽ തീരുവല്ലോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ രംഗു വിട്ടുകൊടുക്കുമായിരിക്കും. ഇത് വിട്ടുകൊടുക്കലാണ്. അത് ബിസിനസ്സിൽ മാത്രമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് എടുത്താൽ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ലൈഫിലേക്ക് വന്നാൽ പോലും ഈ വിട്ടുകൊടുക്കലാണ് എല്ലാ പാർട്ട്ണർഷിപ്പുകളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പാർട്ണർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു കല്യാണം പോലെ എപ്പോഴും പറയും. വിവാഹമോചനത്തിന് സാധ്യത ഉള്ളിടത്തു നിന്നാണ് കല്യാണം ആരംഭിക്കുന്നത്. മെന്റർ ഇദ്ദേഹമാണ്. ഇദ്ദേഹം എനിക്ക് 3 ലക്ഷം രൂപ വന്നിട്ട് എൻ്റെ ഷെയർ ഇത്ര പെർസെൻറ്റേജ് എടുത്തു. ഞാൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 ലക്ഷം രൂപയുടെ സാധനമാണ് അദ്ദേഹം 3 ലക്ഷം രൂപയ്ക്ക് എടുത്തത്. മെന്ററായി നിന്നിട്ട് പറ്റിക്കുന്ന ആൾക്കാരും നമുക്ക് ചുറ്റിലുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് ഈ പെൺപിള്ളേര് മൾട്ടി ടാലന്റഡ് ആണ്, മൾട്ടി ടാസ്കർ ആണെന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആയി. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായോ, നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു തരുന്ന സൊല്യൂഷൻ ചിലപ്പോൾ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി സംസാരിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷെ അവർ പറഞ്ഞു തരുന്ന സൊല്യൂഷൻ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു ഫെമിനിസ്റ്റ് ആകാം ഒരാളിന്. നമുക്ക് കിട്ടുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരു സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊരാളിനും ആദ്യമേ ഫെമിനിസ്റ്റ് ആകാം. ശരിക്കും വണ്ടി ഓടുന്നത് ആണോ പെണ്ണോ എന്നുള്ള തിരിച്ചറിവിലല്ല. കച്ചവടം അങ്ങനെ തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങിലാണ് കച്ചവടം എന്ത് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത്. എനിക്ക് രംഗുന് എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ നല്ലൊരു പുഷ് കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റും. ഹായ്, ഞാൻ ശിവരഞ്ജനി. ഫിൻസീരീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം നമ്മളുടെ എല്ലാ സംരംഭകരുടെയും ഒരു സ്വപ്നമായ ഒരു ബ്രാൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ബ്രാൻഡുകൾക്ക് ഒരു സൊല്യൂഷനായി മാറിയ സ്പാർക്കിന്റെയും സംരംഭത്തിന്റെയും കോഫൗണ്ടേഴ്സായ അന്ന ചേച്ചിയും രംഗുചേട്ടനുമാണ് ഇന്ന് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. ബ്രാൻഡിന് പൊലിമയേകുന്ന ഒരു ബ്രാൻഡ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? ബ്രാൻഡിന് പൊലിമയേകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നല്ല ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റേഴ്സ് ആണ് ഞങ്ങൾ. ഇതൊന്ന് കേരളത്തിലെ ആദ്യത്തെ തന്നെ ഒരു ബ്രാൻഡ് സ്റ്റോറി പ്രൊഫഷണലി വന്ന് സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത് നമ്മളാണെന്നാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി ഇപ്പം ഒരു ബ്രാൻഡ് വന്നിട്ട് അവരുടെ കഥ പറയുകയാണ് നമ്മളിലൂടെ. എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ സംരംഭം തുടങ്ങിയിട്ട് 9 വർഷമായി, സ്പാർക്ക് തുടങ്ങിയിട്ട് 6 വർഷമായി. ഇതിനു മുന്നേ നമുക്കിതൊന്നും ഒരു ടെക്നിക്കൽ ടേംസ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നിങ്ങൾ വന്ന വഴി കഷ്ടപ്പാട് നിറഞ്ഞ ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ആയി കഴിഞ്ഞപ്പോൾ അതിന് കുറെ ടെക്നിക്കൽ ടേംസ് വന്നു. ഇപ്പം VCP എന്ന് പറയുന്നത്, അതായത് വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി.
ഡെഫിനറ്റ്ലി ഒരു ബ്രാൻഡിന്റെ ഓണർ ആ ബ്രാൻഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ആ ഒരു ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പോഡ്കാസ്റ്റുകൾ, ഇപ്പൊ ഇൻക്ലൂഡിങ് ഞങ്ങൾ പോലും നമ്മുടെ ബ്രാൻഡിന്റെ ഫേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് VCP. VCP ഉദ്ദേശിക്കുന്നത് ഒരു ഓൺട്രപ്രണർ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ് തന്നെ റിവീൽ ചെയ്യാണ് ഒരു ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പൊ അതൊരു വിസിബിലിറ്റി ആയി. ഓട്ടോമാറ്റിക്കലി അദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുന്നത് ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പെയിൻ, ഇദ്ദേഹം ആ ബ്രാൻഡിന് വേണ്ടി എത്രത്തോളം സഫർ ചെയ്ത്, എന്തുകൊണ്ടൊരു ജോലിക്കാരനാവാതെ ഒരു ഓൺട്രപ്രണർ ആയി, എന്തിനാണ് ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്, അതൊക്കെ ഒരു ഭയങ്കര പാഷനായിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അദ്ദേഹം ആ ഒരു കാര്യം വന്ന് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവുകയാണ്. ഇത് രണ്ടും നടക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും. പണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ക്ലബ് ചെയ്ത് സംസാരിച്ച് പറയാനൊന്നും അറിയില്ല, ഞങ്ങളിങ്ങനെ കഥ പറയും. അപ്പോ എന്തോ ഭാഗ്യം കൊണ്ട് പലപ്പോഴും പലരുടെ സ്റ്റോറീസ് ഹിറ്റാവുകയും ഒക്കെ വരാറുണ്ട്. ഇനി അവിടെ തന്നെ ബ്രാൻഡിന് പൊലിമയേകുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്തുകൊണ്ട് ഞങ്ങളെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും പുതിയൊരു പുതിയതെന്നല്ല, നമ്മളിപ്പോഴാണ് അറിയുന്നത്, നമ്മളിതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ ORM എന്ന് പറയും, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. എല്ലാവരും ഓൺലൈനിലേക്ക് ഇറങ്ങുമ്പോൾ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് കണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം എന്നെ കുറിച്ച് എന്റെ വീട്ടിലുള്ള ഒരാൾ തന്നെ പറയുകയാണ്, അയ്യോ ഞങ്ങളുടെ കുറിച്ച് ഭയങ്കര സൂപ്പർ ആയിട്ടൊന്ന് പറയുന്നതും എന്നെ കുറിച്ച് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ആള് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതേ സാധനം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ബ്രാൻഡിന് പൊലിമയേകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നല്ല ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റേഴ്സ് ആണ് ഞങ്ങൾ എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലേ രംഗു? ഈ പൊലിമയേകുക എന്നുള്ള വാക്ക് ഞങ്ങൾ 2016 വരുമ്പം അന്ന് ഈ വ്യക്തികളുടെ ഫോട്ടോയൊന്നും അങ്ങനെ എടുത്തിട്ടുള്ള മുൻമാതൃകകളൊന്നുമില്ല. ആകപ്പാടെ ഫോർവേഡ് മാത്രമാണ് നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ചെയ്യുന്നത്, അതും ഒരു ഫാഷൻ സെഗ്മെന്റിലാണ്. അപ്പൊ ഞങ്ങൾ ഈ സ്റ്റോറി ചെയ്യാൻ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് എനിക്ക് ഈ പ്രാഞ്ചിയേട്ടനാകാൻ താല്പര്യമില്ല, കാരണം ഒരു പ്രാഞ്ചി ലെവല് പരിപാടിയാണ് ഇത്, അപ്പൊ അതിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റ് ചെയ്യാനും കഥ പറയാനും ഒക്കെ തുടങ്ങുകയാണ്. അന്ന് ഞങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇത് പ്രാഞ്ചിയേട്ടനല്ല, നിങ്ങൾ വന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ വന്ന വഴി ഇതാണ്, നിങ്ങളാണ് ആ ബ്രാൻഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ അംബാസിഡർ ആകേണ്ടത്, നിങ്ങളാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല ആൾക്കാർക്ക് ഇത് മനസ്സിലാകില്ല. പലപ്പോഴും ഞങ്ങളെ കളിയാക്കി, നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണല്ല, അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സാധനത്തെ മാറ്റിയെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ 2016 മുതലും കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ്. 2018 സ്പാർക്കൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ പലപ്പോഴും പലർക്കും വരാൻ പോലും മടിയായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ വിളിക്കുമ്പോൾ പറയും ഇപ്പം ഞങ്ങൾ വരുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞത്. ഒടുവിൽ അവർക്കൊക്കെ മനസ്സിലായി എന്താണ് പോഡ്കാസ്റ്റ് ചെയ്യണം. അന്ന് പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, സ്വന്തമായിട്ട് കഥ പറയുന്നുണ്ട്. അവർ ആ രീതിയിലേക്ക് എന്ത് ചെയ്തു, അവരെ തന്നെ ഇവോൾവ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞത് ശരിയാണെന്ന് 2018 ഞങ്ങൾ വന്നപ്പോൾ 2025 7 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ട് ആൾക്കാർ പറയും ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ശരിക്കും ഞങ്ങൾ പോഡ്കാസ്റ്റ് എന്നതിനേക്കാളേറെ ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്ററാണ്. കാരണം ഒരു ബ്രാൻഡ് എങ്ങനെയാണ് വരുന്നത്, പല ആൾക്കാർക്ക് അവരുടെ സക്സസ് കാണുമ്പോൾ പറയും അയ്യോ അവർ വലിയ ആളായി ഭയങ്കര സക്സസ് ആയി എന്ന് പറയും. പക്ഷെ അവർക്ക് അതിന് പിന്നിലൊരു അതിജീവനത്തിൻ്റെ വഴിയുണ്ട്, കഷ്ടപ്പാടിൻ്റെ വഴിയുണ്ട്, വിഷമത്തിൻ്റെ വഴിയുണ്ട്, ഒറ്റപ്പെടുത്തലിൻ്റെ കഥ പറയാനുണ്ട്, കൂടെ ആരും നിൽക്കാത്ത സാഹചര്യമുണ്ട്, തോറ്റുപോകുമെന്ന് കുറ്റപ്പെടുത്തിയവരുണ്ട്. അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു ഓൺട്രപ്രണറായിട്ട് മാറുന്നത്. അവസാനം നമ്മൾ ഈ സക്സസ് മാത്രമേ കാണുന്നുള്ളൂ, ഭയങ്കര സിമ്പിളാണ് എന്ന് പറയുന്ന ഈ ഒരു സാധനമേ കാണുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഈ ഒരു ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ ശരിക്കും സ്പാർക്കിലും സംരംഭത്തിലും ഒക്കെ പറയുന്നത്. ആ ഒരു സ്റ്റോറിനെ ഞങ്ങൾ ബ്രാൻഡ് സ്റ്റോറി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ബ്രാൻഡ് വരുന്നത്, ഇപ്പോൾ കൊച്ചു സേഫ് സാർ അവർക്ക് വലിയൊരു കഥ പറയാനുണ്ട്, അല്ലെങ്കിൽ യൂസഫ് അലി അവർക്ക് അദ്ദേഹത്തിന് വലിയൊരു കഥ പറയാനുണ്ട്. ആ കഥ മാത്രം നമ്മൾ കേൾക്കുന്നു, അത്രയും വലുതായാൽ മാത്രമേ സക്സസ് ആവുകയുള്ളൂ. ഒരു 100 കോടിക്ക് മുകളിലൊക്കെ ടേൺ ഓവർ വേണം. അദ്ദേഹം വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നു, കൈയടിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഒരു വീട്ടമ്മ വന്നിട്ട് പറയുന്നു ഞാൻ ഇങ്ങനെയായി, അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട വ്യക്തി വന്നിട്ട് പറയുന്നു ഞാൻ ഇത്രത്തോളം വലുതായി. അത് ഒരുപാട് ജനങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഉദാഹരണം പറയുന്നത് തിങ്കൾ സജീവ് പറയുന്നത് ഞാൻ പൊട്ടനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മണ്ടനായിരുന്നു, ഞാൻ എന്നിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആൾക്കാരത് കേൾക്കാൻ തുടങ്ങി, ആ കഥ അവർ സ്നേഹത്തോടെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ആ ബ്രാൻഡുകളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ചെറിയ വ്യക്തികൾ വരെ വലിയ ആളുകളെ പോലും
എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു മാതൃകയാക്കാനോ തുടങ്ങി. പിന്നെ സക്സസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തു 1000 കോടിയോ 500 കോടിയോ 100 കോടിയോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ സക്സസ് ആവുന്നത് അദ്ദേഹം വിചാരിക്കുന്നിടത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മാനസികമായിട്ട്, ഇപ്പോൾ ഒരു പെട്ടിക്കട നടത്തുന്ന ആളായിരിക്കാം, അയാൾ അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ജസ്റ്റ് ലക്ക് എന്ന് പറഞ്ഞൊരു സുഹൃത്തോടാണ്, ആ പെട്ടിക്കടക്കാരന് മാനസിക സന്തോഷമുണ്ടെങ്കിൽ അദ്ദേഹം ഹാപ്പിയാണ്. ഇപ്പം ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കോടിക്കണക്കിനേക്കാളേറെ നമ്മൾ സക്സസ് ആണ്. ഈ ഒരു സാധനം നമുക്ക് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, അവരൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ബ്രാൻഡിന് പൊലിമ എന്നതിനേക്കാൾ ഏറെ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പൊലിമ നൽകുന്നത് അതാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ പക്ഷേ ഒരുപാട് ബ്രാൻഡ് ഇപ്പം അതിന്റെ ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ അവർ മുന്നോട്ട് വരുന്നുണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ. അതേപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് അവരുടെ സ്റ്റോറീസ് ഡോക്യുമെന്റ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ ഇന്റർവ്യൂസിന് വന്നിട്ടൊക്കെ ആയിരുന്നു അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കഥ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുളക് വെട്ടി, ലവിഷ് പോലത്തുള്ള ബ്രാൻഡുകൾ എങ്ങോ ഓണ്ടർപ്രണേഴ്സ് ആണ് അവർ. അപ്പൊ അവരുടെ കഥ പറഞ്ഞിട്ടാണ്, ചെറിയ കുട്ടികളാണ്, അവർ കഥ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അതിനൊരു ഇമ്പോർട്ടൻസ് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ പണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഓൾറെഡി ഒരു എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. കുറെ വർഷം എടുത്ത് അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ബ്രാൻഡിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം? കാരണം ഇപ്പോഴും പലരും അതൊരു അൺവാണ്ടഡ് എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഇപ്പോഴും ഉണ്ട്. അൺവാണ്ടഡ് എക്സ്പെൻസ് എന്നതിനേക്കാൾ ഏറെ ഇതൊക്കെ വെറുതെ കിട്ടേണ്ട സാധനമാണെന്നുള്ളൊരു ധാരണയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയണ നമ്മൾ പണ്ട് പറയുമല്ലോ, ഒരു കടയിൽ പോയിട്ട് ആൾക്കാർ എന്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദോശയുണ്ട്, ചട്ടണി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരനോട് ചോദിച്ചു ദോശയ്ക്ക് എന്താ വില? ദോശയ്ക്ക് പറഞ്ഞാൽ 10 രൂപ, 2 ദോശ 20 രൂപ. അപ്പോൾ ചട്നി ഫ്രീയാണ്. അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാർ ഈ ഫ്രീ ചട്നിയാണ്, ചട്നി ഫ്രീ ആണ്, പക്ഷെ ദോശ എടുത്താലേ ചട്നി ഫ്രീ കിട്ടുള്ളൂ. അപ്പം ഒരു എക്സ്പെൻസ് മുടക്കിയാലേ ഒരു ബ്രാൻഡ് ആകുകയുള്ളൂ. അല്ല, ബ്രാൻഡിങ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര എക്സ്പെൻസീവ് എന്നല്ല, എന്നാലും ചെറിയ മുതൽ മുടക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇത് മുതൽ മുടക്കാൻ ആൾക്കാർക്ക് എന്താ ഒരു മടിയാണ്. ഇതെനിക്കൊന്ന് വെറുതെ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കഥ മറ്റുള്ളവരാൾ പ്രചോദിപ്പിക്കുക, അപ്പോൾ അത് വെറുതെ വരേണ്ടതാണ്, എൻ്റെ പോർട്ട്ഫോളിയോ അവർ വെറുതെ ക്രിയേറ്റ് ചെയ്യണം, ഇതിനൊരു എക്സ്പെൻസ് ഉണ്ടെന്നും എന്ത് സംഭവം ചെയ്യുന്നതിനൊരു എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് മുടക്കാൻ തയ്യാറാകാത്തൊരു വിഭാഗം ഇപ്പോഴുണ്ട്. പക്ഷെ ഒരുപാട് പേർ അതിലേക്ക് മാറിയിട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് മുടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു ബ്രാൻഡ് ജനിക്കും, ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേഷൻ. അവരെന്തിനു വേണ്ടി ഇത് തുടങ്ങി, എന്തുകൊണ്ടാണ് അവരിവിടെ വരെ, എങ്ങനെയാണ് അവരിവിടെ വരെ എത്തിയത്, എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ള അവരൊരു ഫ്യൂവല്, അവർ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്താണ്. ഇത് ഡോക്യുമെന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 2 കാര്യങ്ങൾക്കാണ് ഉത്തരവാദിത്തം. ഈ ബ്രാൻഡിന്റെ ആവശ്യകത, 2 ഇവരുടെ ഒരു പോർട്ട്ഫോളിയോ. നാളെ ഇവർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നതാണ് എന്ന് പറയാനുള്ളൊരു പോർട്ട്ഫോളിയോ. ഈ ബ്രാൻഡ് ഈ നാട്ടിൽ എന്തിനാണ് എന്നുള്ളതിൻ്റെ കാര്യം എന്തായി ക്ലിയറായി. ഇത് 2 ക്ലിയറായി കഴിയുമ്പോൾ തന്നെ ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്ന വലിയൊരു ഘടകം മാറി. ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഇപ്പോൾ തന്നെ നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എനിക്ക് എത്ര കച്ചവടം കൂടും, എൻ്റെ കച്ചവടത്തിൽ 100% വർധനവാണോ ഈ പോഡ്കാസ്റ്റ് കൊണ്ടുണ്ടാകുന്നത്? ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ പെട്ടെന്നൊരു ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾ ഷെൽഫിൽ വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് പോലും പെട്ടെന്ന് വിറ്റ് പോകാൻ പോകുന്നില്ല. നാളെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു സോപ്പ് കമ്പനിക്കാരൻ വരുന്നു, ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, നാളെ മുതൽ എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ സോപ്പ് വാങ്ങും എന്ന് ചിന്തിക്കാൻ പറ്റില്ല. അതേസമയം 100 സോപ്പുകൾ ഇരിക്കുന്നതിൽ നിന്ന് ഈ സോപ്പിന് ഒരു കഥയുണ്ട് എന്ന് അവിടെ ചെല്ലുന്ന ഒരു കസ്റ്റമർക്ക് മനസ്സിലാവുന്നത് ഒരു കഥയുള്ള സോപ്പാണ്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റോറിയൊക്കെ ആദ്യഘട്ടത്തിൽ ഉപകരിക്കുന്നുള്ളൂ. പിന്നീട് മറ്റ് നിരവധി ബ്രാൻഡിങ് മെറ്റീരിയലുകൾ ചെയ്യുമ്പോഴാണ് ഇത് റാക്കിൽ നിന്ന് വിറ്റ് പോകുന്നത്. അത് റാക്ക് സ്പേസ് എടുക്കുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓൺ റാക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, TVC ഉണ്ട്, പത്രപരസ്യമുണ്ട്, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളുണ്ട്, ബ്രാൻഡ് അംബാസിഡേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിലെ ആദ്യ പടി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡ് സ്റ്റോറി ക്രിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അവർ ചെയ്യേണ്ട ഒരു സാധനം ബ്രാൻഡ് ഇൻഫർമേഷൻസ് ആണ്. ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇൻഫർമേഷൻ, ഇപ്പം ഞാൻ ഉദാഹരണം സോപ്പ് തന്നെ എടുക്കാം. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ് ഇലാരിയ എന്ന് പറയുന്ന സോപ്പ്, ജാബിർ എന്ന് പറഞ്ഞാൽ, അപ്പം അവർ ആ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത് ഗ്രേഡ് 1 സോപ്പ് എന്നുള്ളതാണ്. അത് ഇത്ര TFM വേണം, അതിൽ ആ ഇത്ര TFM ഉള്ളത് കൊണ്ടാണ് അത് ഗ്രേഡ് 1 സോപ്പ് ആകുന്നത്, അപ്പം മാത്രമേ അത് സോപ്പ് ആകുന്നുള്ളൂ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കാട് എടുത്താൽ നമ്മൾ എന്ത് പറയും, 916 വേണം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഒരു pH മൂല്യം എടുത്താൽ 4 അങ്ങനെ വരുന്ന വെള്ളയെ കുടിക്കാവുള്ളൂ എന്ന് പറയും. മിനറൽ എടുത്ത് എത്ര മിനറലുള്ള വെള്ളയെ കുടിക്കാവുള്ളൂ പറയും. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന ഇൻഫർമേഷനുകളുണ്ട് ജനങ്ങളിലേക്ക് ഒരു ബ്രാൻഡിന്റെ ഭാഗത്താണ്. ആ ഇൻഫർമേഷനുകളാണ് ബ്രാൻഡിങ്ങിലെ
ഒരു രണ്ടാമത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇത് പോഡ്കാസ്റ്റ്, ഇത് സ്റ്റോറി പറഞ്ഞു, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പെർട്ടൈസ് ടോക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത്, അതിൽ നമ്മുടെ ഇൻഫർമേഷനുകളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെർജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇതെല്ലാം മെർജ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബ്രാൻഡിന്റെ ആവശ്യകതയൊക്കെ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേറ്റഡ് ആകത്തുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ മോള് പറഞ്ഞ ലവ് വിഷ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇപ്പം പലപ്പോഴും ആളുകള് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ എമൗണ്ടിന്റെ ഒപ്പം തന്നെ മാറ്റി വെക്കേണ്ട കാര്യമാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ഭയങ്കര വാല്യൂ ആണ്. ഇപ്പോൾ ലവ് വിഷ് ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്തൊരു ബ്രാൻഡാണ്. കാരണം ഒത്തിരി പ്രായമില്ലാത്ത ചെറിയ 4-5 കുട്ടികളാണ്, 2 പേര്. ഓക്കെ. അപ്പൊ അവര് ഫ്രം ദ ബിഗിനിങ് മുതൽ അവര് ബൈക്കിന് ട്രാവൽ ചെയ്യുന്നപ്പോ അവരവരുടെ ക്യാപിറ്റലിൽ അവരുടെ ടൈം എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിന് വേണ്ടി അവർ മാറ്റി വെക്കുന്നുണ്ട്. മേ ബി അവര് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്തിടുന്നു, അവര് ഇത് ഷൂട്ട് ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം, ഇത് പോസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ആദ്യം ഇവരുടെ ബ്രാൻഡ് സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, രണ്ടവരുടെ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അവരുടെ റെസ്പെക്ട് തോന്നുന്ന പോയിന്റ് എന്താ, ചെറിയ പ്രായമുള്ള 2 കുട്ടികൾ സമൂഹത്തിലെ ഗേൾസ് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തിനാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ആളുകൾക്ക് അവരോടൊരു സ്നേഹം തോന്നും, കാരണം 2 ചെറിയ ആൺകുട്ടികളാണ്. രണ്ടാമത് ആ പ്രൊഡക്റ്റിനോട് ഓക്കെ എന്താണെങ്കിലും ഒന്ന് മേടിച്ചു നോക്കിയേക്കാം, ഇവർ ഇത്ര എഫേർട്ട് എടുക്കുന്നതാണല്ലോ എന്നുള്ളൊരു ട്രസ്റ്റ് തോന്നും. അപ്പൊ ഇത് പലപ്പോഴും രംഗു പറഞ്ഞതുപോലെ ബ്രാൻഡ് സ്റ്റോറിയും ഇൻഫർമേഷനും ഇത് രണ്ടുമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ്സ് ആണ്. ഇപ്പൊ അവർ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്ന, ഞാൻ ഒരു ബ്രാൻഡ് എക്സാമ്പിൾ പറഞ്ഞാണ്, അവർ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ക്രിയേറ്റീവ്സ് ആണ്. ഇപ്പോൾ നാളെ അവർ ലവ് വിഷിന് ഒരു ബ്രാൻഡ് അംബാസഡറെ ചൂസ് ചെയ്യുകയാണ്, ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു നല്ല ഫേസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ അവർ ചൂസ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അല്ലെങ്കിൽ നാളെ അവർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് നാളെ അവർ ടിവിയിലേക്ക് ആഡായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്. പക്ഷെ ഇത് പലപ്പോഴും ആളുകൾക്ക് അബദ്ധം പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോ കൊടുക്കണം, എവിടെ കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു അവയർനെസ് അവർക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. അത് ഇപ്പം നമ്മളെപ്പോലുള്ള ഒരുപാട് കൺസൾട്ടന്റുമാരുടെ അടുത്ത് നമ്മളൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ചില ബ്രാൻഡിന് ആ സമയത്ത് ബ്രാൻഡ് അംബാസിഡർ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഒരു തോട്ട് എന്താണ്, ഇപ്പൊ ബ്രാൻഡ് അംബാസിഡർ എടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ലവ് വിഷ് കേരളത്തിൽ മാത്രമായിരിക്കും കിട്ടുള്ളൂ, നാളെ അവർ തമിഴ്നാട്ടിലേക്ക് കൂടി വൈഡൻ ചെയ്തിട്ടായിരിക്കും സൗത്ത് ഇന്ത്യയിലുള്ള ഒരാളെ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവ്സിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ക്രിയേറ്റീവ്സ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ഇതിനകത്ത് എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഓൺട്രപ്രണറുടെ വിഷനാണ്. അദ്ദേഹം ആ ബ്രാൻഡിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വിഷൻ. നമ്മുടെ നാട്ടിലെ ക്രിയേറ്റീവ്സ് അടങ്ങണം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വളരെ ഒരു ഓണം ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറെ മെസ്സേജ് തിരുവോണത്തിന് മുന്നേ വരും. ഹാപ്പി ഓണം ബൈ ഇന്ന കമ്പനി, ഹാപ്പി ഓണം അത് ബ്രാൻഡിന്റെ പേര് അല്ലെങ്കിൽ എല്ലാ മാവേലി ഒരുപോലെ ഇരിക്കും. എന്നിട്ട് മാവേലി വരുന്നു, ഓണം പറയുന്നു, 100 മാവേലി വരും. അപ്പൊ 100 ഡൗൺലോഡ് ചെയ്യേണ്ടാത്തതുകൊണ്ട് നമ്മൾ വാട്സാപ്പിൽ നിന്ന് ഡൗൺലോഡ് പോലും ചെയ്യില്ല. എല്ലാം മാവേലിയാന്ന് നമുക്ക് ഉറപ്പാണ്. ക്രിസ്മസ് വരുമ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ വരും. ഹാപ്പി ഓണം ബൈ, ഇപ്പൊ ഞങ്ങളും കൊടുക്കും സംരംഭത്തിന്റെ ഒരു ഹാപ്പി ഓണം, അല്ല ഹാപ്പി ക്രിസ്മസ്. വിഷു വരുമ്പോ എന്താ പറയാ, പൊന്നിൻ ചിങ്ങക്കല്, പൊന്നിൻ എന്താ ചിങ്ങപ്പുല്ലി ഓണത്തിനാണെന്ന് വിഷുവിനൊരു സംഭവം വെക്കും. എന്നിട്ട് ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു അപ്പൊ തന്നെ ഒരു നിർവൃതി വരെയാണ് ഈ സംരംഭകർ. ഞാൻ വലിയൊരു സാധനം ഓണത്തിന് ചെയ്തു പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലൊരു ക്രിയേറ്റീവ്. ശരിക്കും അങ്ങനെയല്ല ക്രിയേറ്റീവ്സ് ചെയ്യേണ്ടത്. ഞങ്ങൾ എപ്പോഴും അതിന് മാതൃകയാക്കി ഒരു പേജ് പറയാറുണ്ട്. ഇപ്പൊ അജ്മി പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പൊ പുട്ടുപൊടി നമ്മുടെ പേരിൽ, പക്ഷെ അജ്മിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റ് ആയി എന്ന് പറയും. അവരുടെ പേജ് ഭയങ്കര ക്രിയേറ്റീവാണ്. ഒന്ന് നോക്കിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ എല്ലാ പരസ്യങ്ങളും ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ഒരു പേജ്. അവരുടെ ക്രിയേറ്റിവിറ്റിയും ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്രിയേറ്റീവ്സ് ആണ്. അല്ല, അതിന് പുതിയൊരു ടെക്നിക്കൽ പേരുണ്ട്, മൂവ്മെന്റ് മാർക്കറ്റിംഗ്. അല്ല, മൂവ്മെന്റ് മാർക്കറ്റിംഗ് ഇത്രേ ഉള്ളൂ, വളരെ രസമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ നാട്ടിലൊരു ഇൻസിഡന്റ് നടന്നു, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ മെർജ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് മൂവ്മെന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര്. അതില് രംഗു പറഞ്ഞ എക്സാമ്പിൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് അജ്മി. അവരെല്ലാ ദിവസവും വളരെ രസം അവരുടെ പേജ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, ആ മാർക്കറ്റിംഗ് ലിങ്ക് തരുമോ, അത് അപ്പൊ തരത്തില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് മെത്തേഡ്സിലൊരു മെത്തേഡാണ്. പിന്നെ ഈ ബ്രാൻഡിങ്ങിൽ വലിയൊരു അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു ദിവസം ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോമ്പറ്റീറ്റർ ബ്രാൻഡ് എന്ത് ചെയ്തു, ഒരു ബ്രാൻഡ് അംബാസഡർ എടുത്തു, ഒരു ലേഡീനെ എടുത്തു. അപ്പം ഞങ്ങളും ഉടനെ അത് ചെയ്യട്ടെ, കാരണം അവരപ്പോൾ മോഹൻലാലിൻ്റെ അടക്കം റേറ്റ് എടുത്തു. കാരണം ഇവരെ എങ്ങനെയും ദുൽഖർ സൽമാൻ. അപ്പം ഞാൻ ഉള്ളൂ, നിങ്ങളുടെ ബ്രാൻഡിന്റെ അംബാസഡർ നിങ്ങളുടെ ഒരു പാർട്ട്ണർ തന്നെയാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, വേറൊരു ബ്രാൻഡ് അംബാസഡറെ എടുക്കരുത്.
ഈ ബ്രാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടോട്ടൽ ടേൺ ഓവർ വെച്ചത് മെയിൻറ്റെയിൻ ചെയ്യാനോ അത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലാഭത്തിലേക്ക് എത്തിക്കാനോ റിക്കറിങ് കോസ്റ്റ് തിരിച്ചെടുക്കാനോ പറ്റില്ല, അല്ലെങ്കിൽ ROI ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ ബ്രാൻഡ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ അവർ പൂട്ടിപ്പോയി. അല്ലാത്ത ബ്രാൻഡ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബ്രാൻഡ് അംബാസഡർ എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് പോലും വലിയ ചോദ്യമാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ആദ്യം ബ്രാൻഡ് അംബാസഡറെ എടുത്തിട്ടുണ്ടാകാം, പിന്നീട് അവർ മാറ്റി. ഇപ്പൊ സൈലം ആദ്യം മമ്മൂട്ടിയായിരുന്നു, ഇപ്പൊ അനന്തവും അവരുമായി അതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സായി. അതുപോലെ പല ബ്രാൻഡുകളും ആദ്യം ഒരു നടനെടുക്കുന്നു, പിന്നീട് അതിന്റെ ഓണർ തന്നെ എന്ത് ചെയ്യുന്നു, ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു മാറ്റം വിപണിയിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പൊ അന്ന് അവർ ആ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരിന്ന് 100 കോടിക്ക് പുറത്ത് ടേൺ ഓവറിലേക്ക് വളർന്നു. ബ്രാൻഡ് അംബാസഡേഴ്സ് എടുത്ത അവരുടെ കോമ്പറ്റീറ്റീവ്സ് ആരും ഇന്ന് മാർക്കറ്റിലില്ല. രണ്ടും വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിരുന്നു. ആ 2 ബ്രാൻഡും ഇന്ന് മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് ഉണ്ട്, പേരിന് വേണ്ടി മാത്രമുണ്ട്. മറ്റൊരു ബ്രാൻഡ് പൂർണ്ണമായിട്ടും ഷട്ടർ ഇടുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബ്രാൻഡിങ്ങിൽ വളരെ ശ്രദ്ധയോടെ പണം മുടക്കുമ്പോൾ, 1 രൂപ മുടക്കുമ്പോൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ പലപ്പോഴും ബ്രാൻഡ് അംബാസഡറിനേക്കാൾ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഴ്സിന് തന്നെ ഫേസ് ആകാൻ പറ്റും, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ത്രൂ. തീർച്ചയായിട്ടും. പക്ഷെ എൻ്റെ ഒരു സംശയം ചോദിക്കാട്ടോ, ഇൻ കേസ് നമ്മളൊരു ഇപ്പം ബ്രാൻഡ് അംബാസഡറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏതൊരു പോയിന്റിലായിരിക്കണം നമ്മളത് ചൂസ് ചെയ്യുന്നത്? അല്ല, അതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ ആദ്യം ഒരു ധാരണ ഉണ്ടാവണം. ഞാനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രാൻഡ് അംബാസഡർ എടുക്കണോ വേണ്ടയോ, അതോ ഞാൻ തന്നെ നിന്നാൽ മതിയോ എന്നുള്ളൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കാൻ ആ ഓൺട്രപ്രണർക്ക് ഫസ്റ്റ് സാധിക്കണം. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിൽ എത്തി നിൽക്കുന്നു എന്നുള്ള തീരുമാനം ആദ്യം എടുത്തിട്ട് വേണം നമ്മൾ ബ്രാൻഡ് അംബാസഡർ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഒരു ബ്രാൻഡ് അംബാസഡറെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ ഹ്യൂജ് എമൗണ്ട് മുടക്കി ഇവരെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി അതിനേക്കാളും നല്ലൊരു പേയ്മെന്റ് മുടക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി അവർ മുടക്കുമ്പോൾ അവർക്കത് എത്രത്തോളം പ്രാക്ടിക്കലി അവർക്കത് റിട്ടേൺസ് തരുമെന്നുള്ളത് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് മാത്രമാണ് ഒരു ബ്രാൻഡ് അംബാസഡറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ രംഗു? ഈ ബ്രാൻഡ് അംബാസഡർ എടുത്തത് കൊണ്ട് മാത്രം പൂട്ടിപ്പോയ ബ്രാൻഡുകളുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര ബ്രാൻഡ് പൂട്ടിപ്പോയിട്ട് പേര് പറയുന്നില്ല, ബ്രാൻഡ് അംബാസഡർ എടുത്തുകൊണ്ട് മാത്രം പൂട്ടിപ്പോയ ബ്രാൻഡുകളുണ്ട്. വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് അവർക്ക് തോന്നി ഒരാളെ എടുത്തേക്കാം. ഈ FMCGയിലൊക്കെ ചിലപ്പോൾ ബ്രാൻഡ് അംബാസഡർ പലരും ആവശ്യമായിട്ട് വരും. കാരണം അവർ മത്സരിക്കുന്നത് ഭയങ്കര മൾട്ടിനാഷണൽ കമ്പനികളോടാണ് FMCGയിൽ. അല്ലാത്ത ബ്രാൻഡുകൾ ഒരു ബ്രാൻഡ് അംബാസഡർ എടുക്കുമ്പോൾ 1, 2, 3 വട്ടം ആലോചിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ആ ബ്രാൻഡ്, ഇപ്പൊ ഞാൻ ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്തു കൈരളി TMT, അവരുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. അവർക്കത് ചെയ്യാം, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. എനിക്കൊന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അവര് അല്ലേ? അല്ലല്ല, അവരെ ഏറ്റവും ആദ്യത്തെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ ഈ സിനിമയിലെ വെള്ളി നക്ഷത്രത്തിലെ പിന്നീട് മരിച്ചു ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയായിരുന്നു അവരുടെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ. രണ്ടാമത് എനിക്കൊന്നും ജയറാമായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ലാലേട്ടൻ എടുക്കുന്നത്. ഇപ്പൊ അവരുടെ അടുത്ത പ്രൊഡക്റ്റ് ഇപ്പൊ സ്റ്റീലെക്സ് വന്നു. അതെ, ഇപ്പൊ സ്റ്റീലെക്സ് വന്നു. അതിന് അവര് പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും അല്ലെ അവർ രണ്ടുപേരും ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് ചെയ്യാം. നമ്മൾ എവിടെ നിൽക്കണു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. പിന്നെ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്നുള്ളത് രണ്ടാമത്തെ വലിയ ചോദ്യം. രണ്ടും നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം, മുന്നോട്ട് പോകാം. പക്ഷെ എല്ലാ ബ്രാൻഡിനും അത് പറ്റണമെന്ന് നിർബന്ധം ഇല്ല. പറ്റാത്തവർ അതിനെ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർ അനുകരിച്ചിട്ടാണ് പല ബ്രാൻഡും കൂട്ടി പോകുന്നത്. വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവുക ആദ്യം. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇതുവരെ സ്പാർക്ക് അല്ലെങ്കിൽ സംരംഭത്തിന്റെ പിന്നിലുള്ള 2 വ്യക്തികളായ രംഗു അല്ലെങ്കിൽ അന്ന ചേച്ചിനെ നമ്മൾ ഇതുവരെ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഭയങ്കര റീസെന്റ് ആയിട്ടാണ് നിങ്ങളാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വലിയ പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ അറിയുന്നത്. ഇത്രയും നാൾ ഇതിന് മുന്നോട്ട് വരാതിരുന്നതിന്റെ ഒരു കാരണം നല്ലത്. ശരിക്കും പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഇത് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നു. ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കൊശവൻ എപ്പോഴും പൊട്ടിയ കലത്തിലെ കഞ്ഞി കുടിക്കുള്ളൂ. ഉണ്ടാക്കുമ്പോൾ പൊട്ടിയ കലം കൊശവൻ മാറ്റി വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് കഴിക്കുക. നമുക്ക് നല്ല പാത്രം ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണത് സംഭവിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു കൊശവനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രംഗുവിന്റെ പല വീഡിയോസ് ഇപ്പൊ റീസെന്റ് ഇപ്പൊ മോളെ കണ്ടേക്കുന്ന പല വീഡിയോസിലും സംസാരിച്ചേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതായിരുന്നില്ല. നമ്മൾ രംഗു സംരംഭം തുടങ്ങുന്ന സമയത്തൊക്കെ അത്ര നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നല്ല വന്നെ.
അപ്പൊ ഇടയ്ക്കെപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് വലിയൊരു കച്ചവടക്കാരനായ ആളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫേസ് മുന്നോട്ട് കാണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വേറൊരാൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടേക്കുന്നതാണ്, എൻ്റെ ബ്രാൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡാണ്, ലോകം മുഴുവൻ അറിയാവുന്ന, ലോകം മുഴുവൻ കസ്റ്റമേഴ്സിലുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ നാളെ വന്നിട്ട് ഇതിന്റെ ബ്രാൻഡിന്റെ ഓണർ ഞാനാണെന്ന് ഈ വടകര ഭാഷയിൽ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ ബ്രാൻഡിന് അത് മോശമാകുമോ എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വരാതിരുന്നത്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കും ആക്ച്വലി ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര രസമുള്ള മാഗസിൻ, അല്ലെങ്കിൽ ഇപ്പൊ സ്പാർക്ക് ആണെങ്കിൽ ഞങ്ങൾ ആദ്യത്തെ ഷൂട്ടൊക്കെ കിനോലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് മറ്റേ സിനിമയിലും സീരിയലിലൊക്കെ യൂസ് ചെയ്യുന്ന കിനോലൈറ്റ് വെച്ചിട്ട് മറ്റേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള കോൺസെപ്റ്റിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇത്രയും നല്ല പ്രൊഡക്റ്റ് നമ്മളാണ് ചെയ്യുന്നതെന്ന് പറയാനുള്ളൊരു മടിയോ, അല്ലെങ്കിൽ നമ്മളാണെന്ന് പറയുമ്പോൾ ഇതിന്റെ വില നിങ്ങാനും കുറഞ്ഞു പോയാലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഒരു പരിധി വരെ, ഒരു ധൈര്യമില്ലായ്മ. പിന്നെ നമുക്കത് എപ്പോ വേണമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെയ്യണം തോന്നിയപ്പോൾ അതെപ്പോ വേണമെങ്കിലും ആകാമല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ് ആവശ്യമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ആയേ പറ്റുള്ളൂ. അത് ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ എത്ര സംസാരിച്ചാലും അന്നയ്ക്കാ ഫോളോവേഴ്സ് ഭയങ്കര പരാതി. രംഗുവിന്റെ ഒരു വീഡിയോ 1.7 മില്യൺ വ്യൂസ് വന്നു, പക്ഷെ അതിന്റെ ഫോളോവേഴ്സ് വരുന്ന മുഴുവൻ എനിക്കാ. അതെ, അത് ഭയങ്കര വിഷമമൊന്നുമില്ല, ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പൊ നമ്മളതിനോട് മാനസികമായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിത് ബ്രാൻഡ് ആവണമെങ്കിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ചെയ്യിക്കുന്നുണ്ട്, അവർക്ക് ഫോളോവേഴ്സിനെ ആക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ടന്റുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കണ്ടന്റും എത്തുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇത്തിരി അഗ്രസീവായിട്ട് അതിലേക്ക് വരണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടായതിലും ഇത്തിരി ലേറ്റ് ആയിട്ടാണെന്നാണ് തോന്നുന്നത്. എഡിസന്റെ ബൾബ് കത്തിയത് അവസാനമാണ്. എഡിസൺ തന്നെയല്ലേ ബൾബ് ചോദിക്കരുത്, എനിക്കറിയില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എല്ലാ സംരംഭകന്റെയും ജീവിതത്തിൽ ഒരു വിഷമഘട്ടമുണ്ട്. ഒരുപാട് നമ്മളത് എനിക്കത് അനുഭവിച്ചപ്പോൾ അത്ര വലിയ വിഷമമായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ നമുക്കത് അത്ര വലിയ വിഷമമായിട്ട് തോന്നില്ല. പിന്നീട് നമ്മളത് പറയുമ്പോഴാണ് ആൾക്കാർ ഇത് ഇത്ര വലിയ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ എന്നൊരു സാധനം. അപ്പൊ നമുക്കതൊരു കഷ്ടപ്പാടാന്ന് തോന്നിയിട്ടില്ല. നമ്മൾ അന്നും ഹാപ്പി ആയിരുന്നു. അന്ന് നമുക്ക് കുറച്ച് ഡിസിഷൻ, നമ്മളങ്ങനെ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ടിട്ടൊന്നുമില്ല. കഴിക്കണമെന്നൊരു ആഗ്രഹം ഒന്നും തോന്നി, അത്ര ഉള്ളത് ഭയങ്കര സങ്കടപ്പെട്ടു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ല, അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കും നമുക്കിപ്പോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകളെ നമുക്ക് നയിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മള് ബ്രാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ ബ്രാൻഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇപ്പോഴും ഒരേപോലെ കാണുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ മതി, ബ്രാൻഡിങ്ങിന്റെ ആവശ്യമില്ല എന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ബേസിക്കലി ഇപ്പൊ ആദ്യം എന്നോട് ചോദിച്ചില്ലേ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ എന്താ പേഴ്സണൽ ബ്രാൻഡിങ്, ഒന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് അല്ല ഇറങ്ങിയത്. ഇങ്ങനെയുള്ള കുറെ ധാരണകളുണ്ട്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആദ്യം നമ്മൾ ഫേസ് ആയിട്ട് വരണേ. അത് നമ്മൾ തന്നെ പറയുന്നുള്ളൂ. നമ്മളിപ്പോ എത്ര AI വെച്ച് പറയിപ്പിച്ചാലും അല്ലെങ്കിൽ എത്ര റൈറ്റപ്പ് എഴുതിയിട്ടാലും ഇന്നത്തെ കാലഘട്ടത്തിൽ കാര്യമില്ല. നമ്മളത് ഫേസ് തന്നെ വന്നിരുന്ന ഒരു വ്യക്തി, ഹ്യൂമൻ എലമെന്റ് അവിടെ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി, കാരണം ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയാൻ എനിക്ക് കുറച്ചുകൂടി രംഗുവായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി. അല്ല, ഈ അങ്ങനെ ആപ്റ്റായിട്ടുള്ള വ്യക്തിയൊന്നുമില്ല കേട്ടോ, അത് ചുമ്മാ പറയുന്ന. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് കച്ചവടം ഉണ്ടാകും, ബ്രാൻഡ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഒരു എൻ്റെ ഇപ്പൊ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാസം 10,000 രൂപയാണ്. ഞാൻ മെറ്റയിലോ ഗൂഗിളിലോ 10,000 രൂപ വെച്ചിടുന്നു. എന്നെ എന്ത് ചെയ്യുന്നു, മെറ്റയും ഗൂഗിളും എല്ലാവരെയും കാണിക്കുന്നു. പണ്ട് മനോരമയിൽ പരസ്യം കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുക്കുന്നു, ആൾക്കാർ കാണുന്നു. ആൾക്കാർ കാണുമ്പോൾ നമ്മളെ ഉണ്ട് എന്നറിയുന്നു, എന്നിട്ട് ആൾക്കാർ നമ്മളെ ചൂസ് ചെയ്യണം. ഇതാണ്. അപ്പൊ അതിന് ലീഡ് വരുന്നു. ഒരു 10 ലീഡ് നമുക്ക് വരുന്നു. 10 ലീഡും നല്ല കസ്റ്റമർ ആണെന്ന് കരുതുക. അതിൽ നിന്ന് 2 കച്ചവടം നമുക്ക് ഉണ്ടാകുന്നു, ബാക്കി 8 കച്ചവടം നമുക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, നമ്മൾ പണ്ട് മനോരമ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ മാതൃഭൂമിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി ഡിജിറ്റലിലേക്ക് വരുമ്പോൾ ഇത്രയും ആൾക്കാരിലേക്ക് റീച്ച് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ലീഡ് ആണ് നമുക്കിത്. ഇത് ക്ലോസ് ആകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ക്ലോസ് ആകാത്തതെന്നുള്ളത്, അല്ലെങ്കിൽ ഇത് എന്താണ് സെയിൽ കൺവേർഷൻ ആകാത്തതെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അവർ പറയുന്ന ബാക്കി 8 ലീഡ് കൊള്ളില്ലായിരുന്നു. എന്നിട്ട് അവർ ഒന്നെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീനെ മാറ്റും, അല്ലെങ്കിൽ ഏജൻസിനെ മേർത്ത് പ്രഷർ ചെയ്യും. 10 ലീഡ് വന്നിട്ട് 2 നല്ലതുള്ളൂ, 8 മോശമായിരുന്നു, അല്ലെങ്കിൽ ടെലികോളിംഗ് ചെയ്യുന്ന കുട്ടികളെ പ്രഷർ ചെയ്യും. ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെയല്ല. 10 ലീഡ് വരുമ്പോൾ 10 ലീഡും ചിലപ്പോൾ കച്ചവടം ആകുന്നുണ്ടാകും, അതിൽ 2 നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ 8 നല്ല ലീഡുകൾ നഷ്ടപ്പെടുകയാണ്. അതിന് കാരണം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് അറിയില്ല, ആ ബ്രാൻഡ് നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല,
നിങ്ങൾ എന്താണെന്ന് അവർക്കൊരു അവയർനെസ് ഇല്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർക്ക് അറിയാവുന്ന മറ്റു ബ്രാൻഡിലേക്ക് ഈ ലീഡ് കൺവേർട്ടായി പോകുന്നത്. നമുക്ക് ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ലീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കോമ്പറ്റീറ്റർക്കും ഈ 10 ലീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 10 ലീഡും 10 പേര് ഒരേ സമയം വിളിക്കുക. അപ്പോൾ അതിൽ നിന്ന് അവർ ചൂസ് ചെയ്യണം ആരെ വേണം എന്നുള്ളത്. അപ്പോൾ അവർ നോക്കുമ്പോൾ എനിക്ക് ഇന്ന ബ്രാൻഡ് അറിയാം, ഇന്ന ഓണർ അറിയാം, അയാൾ നല്ല വ്യക്തിയാണ്, അയാൾ ട്രസ്റ്റ് ചെയ്യാവുന്ന ആളാണ്, ആ 8 കച്ചവടം അങ്ങോട്ട് പോവാണ്. നിങ്ങൾക്ക് വരേണ്ട കച്ചവടം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാത്തതുകൊണ്ടല്ല, നിങ്ങൾ ബ്രാൻഡിങ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, കച്ചവടം നമുക്ക് ഈ പറയുന്നത് പോലെ കിട്ടുള്ളൂ. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, അതിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം. അതിന് നല്ല സ്റ്റോറി ടെല്ലിംഗ് രീതികൾ അവലംബിക്കണം. അപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ സൂപ്പർ ബ്രാൻഡ് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റോറിയാണ്. നല്ലൊരു കഥയുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡ്, ഇപ്പോൾ നമുക്ക് കൊച്ചോ സേബ് സാറിനറിയാം, അദ്ദേഹം ഒരു ബ്രാൻഡാണ്. അല്ലെങ്കിൽ യൂസഫ് അലി സാറിനറിയാം, അദ്ദേഹം ഒരു ബ്രാൻഡാണ്. നമ്മളിങ്ങനെ പല ആൾക്കാരെയും കേൾക്കുന്നുണ്ട്, അവരൊക്കെ എന്താണ്, ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്. ഇപ്പോൾ ID മുസ്തഫേന്ന് നമുക്കറിയാം, നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. അപ്പം ഈ സ്റ്റോറി ടെല്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ബ്രാൻഡിങ്ങിൽ വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാതെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ പെർ ലീഡ് കോസ്റ്റ് കൂടും, അത് സെയിൽസ് കൺവേർഷൻ റേഷ്യോ കുറയും, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോട്ടലി ഒരു ബ്രാൻഡിങ് അല്ല, അത് നമുക്ക് അവസാനത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത്രയും സാധനങ്ങൾ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 2 അക്കാദമി, ഒരേ കോഴ്സ് വിൽക്കുന്ന 2 അക്കാദമി, ഒരു അക്കാദമിയുടെ മുമ്പിലേക്ക് നമുക്ക് പോകാൻ പോലും പറ്റില്ല, ബ്ലോക്കാണ്. അവിടെ പേരൻസും കുട്ടികളും വന്നിട്ടുള്ള ബ്ലോക്കാണ്. മറ്റേ അക്കാദമി തൊട്ടപ്പുറത്ത് തന്നെയാണ്, പക്ഷെ അവിടെ ഒരു തിരക്കോ ഒന്നുമില്ല, രണ്ടിലും പക്ഷെ അഡ്മിഷൻ ഡേറ്റ് നടക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ തിരക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇവര് സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവര് ഹോർഡിങ്സ് ചെയ്യുന്നുണ്ട്, ഇവര് ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വഴി ചെയ്തിട്ടുണ്ട്, മറ്റു പല മാധ്യമങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്ന എല്ലാ മെത്തേഡുകളും ചെയ്യുന്നുണ്ട് അവർ. പക്ഷെ നമ്മൾ ആദ്യം ഈ കുട്ടികളില്ല എന്ന് പറഞ്ഞ സ്ഥാപനം അവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ബ്രാൻഡ് സ്റ്റോറി അവർ എവിടെയും ചെയ്തിട്ടില്ല. അവർ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോർഡിങ്സ് മാത്രമേ ചെയ്യുന്നത്. അപ്പൊ ഒരു വലിയ വിസിബിലിറ്റി ഇവരിലേക്ക് വരുന്നില്ല. അപ്പം ഒരു പേരന്റ് ഇപ്പൊ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് TG എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ TG നിങ്ങളല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ TG മറ്റവരല്ല. ഇത് ഈ TG നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് എന്നതറിയില്ല. അവർ ഇപ്പോൾ ഒരു ബ്രാൻഡിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 18 മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, അവർ മാത്രം കണ്ടാൽ മതി. മെജോറിറ്റി 22 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡിസിഷൻ മേക്കേഴ്സ് പാരൻസ് ആയിരിക്കും. പാരൻസ് കാണണമെന്ന തിരിച്ചറിവും കൂടെ ഉണ്ടെങ്കിലാണ് ബ്രാൻഡിങ് നടക്കുള്ളൂ. മറ്റേത് TG ആണ്. 35 വയസ്സുള്ള വ്യക്തി വേറെ TG ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ അവിടെ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഘടകം വരുമ്പോൾ അത് TG ആണ്. അപ്പോൾ ഈ ടാർഗറ്റഡ് ഓഡിയൻസിനെ എങ്ങനെ റിലേറ്റ് ചെയ്യണം, അതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആരാണ് എന്നുള്ളതും കൂടെ ചിന്തിക്കാനുള്ള കഴിവ് ഈ ഓൺട്രപ്രണർക്ക്. അതായത് ഇപ്പം ഈ പറഞ്ഞ ബ്രാൻഡ് തന്നെ അവര് ടെസ്റ്റിമോണി വീഡിയോ ഇടുന്ന സ്റ്റുഡൻസിന്റെ അല്ല, അവിടെ പഠിച്ച കുട്ടികളുടെ പേരൻസിന്റെയാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പൊ ഞാനാണ് കാണുന്നതെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ എന്റെ മോന് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചൂസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലെ നമ്മൾ കാണുന്നത് മുഴുവൻ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇതിന്റെ ഈ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ അതിൽ ഞാനിപ്പോ ഒരു 10 പേർക്ക് ഞാൻ ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഫോം ഫില്ല് ചെയ്തെന്ന് വിചാരിക്കുക. 10 പേരിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, 5 പേര് വിളിച്ചെന്ന്. ഈ 5 പേരിൽ ഞാൻ ചിന്തിക്കുന്ന ഇവരെ എനിക്ക് അറിയാലോ, അപ്പൊ എവിടെ അറിയാം, ഞാൻ ഹോർഡിങ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങിയത്, ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യണം, അവിടെ എന്റെ മോനല്ല ഡിസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേരന്റ് വന്നിട്ട് പറയാണ്, എന്റെ മോനെ ഇവിടെ കൊണ്ടുവന്നപ്പോ എനിക്ക് ആദ്യം ടെൻഷൻ ആയിരുന്നു, അത് കഴിഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി, എന്റെ മോൻ ഭയങ്കര ഹാപ്പിയാണെന്ന് 18 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയോ അച്ഛനോ പറയുമ്പോൾ ഇത് കാണുന്ന മറ്റൊരു അച്ഛനും അമ്മയും ഓക്കെ എന്നാ എന്റെ മോനെ അവിടെ വിടാമെന്നുള്ളൊരു ട്രസ്റ്റ് വരും. ടച്ച് പോയിന്റ്സ് എന്നാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ടൈം. അവിടെ ടച്ച് പോയിന്റ്സുകളിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ആ ടച്ച് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിന്റെ ബേസിക് റൂളാണ്. അത് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്യുന്നതായിരിക്കാം, നമ്മൾ വിസിബിൾ ആകുന്ന ഇടങ്ങൾ എവിടെയാണെന്ന് തീരുമാനിക്കുന്നതും ബ്രാൻഡിങ് ആണ്. ഇതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, അത് വേണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ബ്രാൻഡിങ്ങിന് വേണ്ടി കുറച്ച് ഘടകങ്ങളും കൂടെ ചെയ്യേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യണമെങ്കിൽ
അതായത് നമ്മളിപ്പോ ഒരു അവിയൽ ഉണ്ടാക്കുക, അതിനകത്ത് എല്ലാം വേണം. ഏറ്റവും അവസാനത്ത് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാലാണ് അതിന് അവിയലിന്റെ ടേസ്റ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യണം കുറച്ചൊക്കെ. അപ്പോ ഇത് ലൈക്ക് നമുക്കത് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഫുൾ ഫ്ലെഡ്ജിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ടോട്ടാലിറ്റിയിൽ ചെയ്യാൻ പറ്റണം. പിന്നെ എല്ലാ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ബ്രാൻഡിങ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഓണ്ടർപ്രണർ എല്ലാം ഇപ്പം മെറ്റയിലും ഗൂഗിളിലും ഒക്കെ അവൈലബിൾ ആണ്. ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്യുക, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് കൂടെ നോക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ ബ്രാൻഡിങ്ങിലുള്ള അനാവശ്യ കാശ് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. അത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വലിയൊരു ഡയറക്ടറെ വെച്ചിട്ടൊരു ഒരു ഡ്രസ് ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്, എത്നിക് ഡ്രസ്സൊക്കെ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അദ്ദേഹത്തോട് വെറും 35 ലക്ഷം രൂപയാകും പരസ്യം ചെയ്യാനെന്ന് പറഞ്ഞു. അവസാനം ബഡ്ജറ്റൊക്കെ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് 28 ലക്ഷം രൂപയിലെങ്ങാണ്ട് പരസ്യം ചെയ്തു. പരസ്യം ചെയ്തെല്ലാം കൈ കിട്ടിയപ്പോഴാണ് പുള്ളിക്ക് ഒരു ധാരണ ഉണ്ടായത്, ഇത് ടി വിയിൽ കൊടുക്കണമെങ്കിൽ വീണ്ടും 1 കോടി രൂപ വേണം, ഹോർഡിങ്ങിൽ ആ ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഇത്ര ചാർജ് വേണം, റേഡിയോയിൽ ജിംഗിൾസ് കൊടുക്കണമെങ്കിൽ ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പുള്ളി നോക്കിയപ്പോൾ ഇതിനൊക്കെ കാശ് വേണം. നമ്മുടെ നാട്ടിലുള്ള സിനിമാ തിയേറ്ററിൽ ഇടണമെങ്കിൽ പോലും കാശ് വേണം. പക്ഷെ പുള്ളി ഉണ്ടായിരുന്ന കാശിന് മുഴുവൻ പരസ്യം കൊടുത്ത് ഞങ്ങാണ്ട് 10 ലക്ഷം രൂപ താഴെ ഉള്ളൂ. 28 ലക്ഷം രൂപയുടെ പരസ്യം 10 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്യാനാണെങ്കിൽ 28 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 29 ലക്ഷം രൂപയ്ക്ക് ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അവസാനം പുള്ളി ഇത് ഇൻസ്റ്റാഗ്രാമിൽ റിലീസ് ചെയ്തു. ഞങ്ങൾ കളിയാക്കും, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇടാൻ വേണ്ടി 28 ലക്ഷം രൂപ മുടക്കിയാണ് ആദ്യത്തെ മനുഷ്യനായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ പലപ്പോഴും അഡ്വർടൈസ്മെന്റ് എന്ന പേരിൽ, ലോഗോ ക്രിയേഷൻ എന്ന പേരിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ, വെബ്സൈറ്റ് എന്ന പേരിൽ കസ്റ്റമറുടെ പണം എന്ത് ചെയ്യാണ്, വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. അത് കാരണം എന്ത് ചെയ്യാണ്, വരുന്നവനും പോകുന്നവനൊക്കെ പറ്റിച്ചിട്ട് കാശും കൊണ്ട് പോവാണ്. അന്ന് അവർക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതിൽ നിന്ന് ഒഴിവാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് ബ്രാൻഡിങ്, എന്താണ് TVC, എന്തൊക്കെയാണ് ക്രിയേറ്റീവ്സ്, എങ്ങനെയാണ് ഒരു ഹോർഡിങ് ചെയ്യേണ്ടത്, ലോഗോ എവിടെ പ്ലേസ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ ട്യൂട്ടോറിയലായിട്ട് നെറ്റിലുണ്ട്. ഇത് നോക്കുക, പഠിക്കുക. പിന്നെ വലിയ ടെക്നിക്കൽ ടൈംസ് ഒന്നും പഠിക്കണമെന്നില്ല. അത് എന്താണെന്ന് സാധാരണ നിങ്ങളുടെ യുക്തിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ചെയ്യുക. ബ്രാൻഡിങ് ഒരു കോമൺ സെൻസ് കൂടിയാണ്. അപ്പോൾ ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഒന്നും പഠിക്കാനില്ല, റോക്കറ്റ് സയൻസ് പോലെ പഠിക്കാനില്ല. കോമൺ സെൻസിൽ ഇത് വർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. പറയാൻ കാര്യം മറന്നു, ഇതൊക്കെ നെറ്റിലൊക്കെ നോക്കി പഠിക്കാൻ മടിയുള്ളവർക്ക് ഞങ്ങൾ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. അതാണ് മേജർ പോയിന്റ്, അത് മറന്നു. അല്ല, ഞങ്ങൾ എപ്പോഴും എല്ലാവരും നോക്കിയിട്ട് ചെയ്യാൻ പറയും. നോക്കിയിട്ട് തന്നെ ചെയ്യണം. ഞങ്ങളുടെ അടുത്ത് വന്നാലും പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാലും അത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു 1000 രൂപയാണ് തരുന്നതെങ്കിൽ 1000 രൂപയ്ക്ക് ഇവർ കൊള്ളാമോ എന്ന് പഠിച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യരുത്. ഞങ്ങൾക്കാണെങ്കിലും ഇനി കച്ചവടത്തിൽ എൻ്റെ അച്ഛനാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഒരു റെസ്പോൺസിബിലിറ്റി അതിൽ എടുക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ലോഗോന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇപ്പം ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വരുന്ന ഒരാൾ ഇപ്പം മേ ബി അവരുടെ കയ്യിലുള്ളൊരു ആകെ മൊത്തമുള്ള ക്യാപിറ്റൽ ഒരു 5 ലക്ഷം ആണെങ്കിൽ, നമ്മൾ സംസാരിച്ച കാര്യമായിരുന്നു, ഇവർ ആദ്യമേ തന്നെ പോയിട്ട് ലോഗോയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ടും അങ്ങനെ കുറേ എക്സ്പെൻസ് വരുത്തി വെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആകെ ഒരു 2 ലാക്സോ അല്ലെങ്കിൽ 1 ലാക്കോ ബാക്കി ഉണ്ടാവത്തുള്ളൂ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട്. അതാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ആദ്യം നമ്മളൊരു കൃത്യമായ അലോക്കേഷൻ കൊടുക്കണം. ബ്രാൻഡിങ്ങിന് ഇത്ര, ഓരോ മേഖലയ്ക്കും ഇത്ര. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫണ്ട് നമ്മുടെ മുന്നോട്ട് പോകുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാണ്ട് ആർക്കും റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി, അപ്പോൾ നമുക്കതിൽ പ്രയോറിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലോഗോ ആണോ ഫസ്റ്റ് വേണ്ടത്? ലോഗോ ചെയ്യുന്നത് മോശമൊന്നുമല്ല, പക്ഷെ നമ്മൾ എത്ര ഫണ്ട് വരെ അതിന് ആദ്യഘട്ടത്തിൽ മുടക്കാൻ നമ്മൾ, ഇപ്പം എൻ്റെ ബഡ്ജറ്റ് 1 CR ആണെന്ന് കരുതുക. അപ്പോൾ എനിക്ക് ലോഗോയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 5 ലക്ഷം രൂപ മുടക്കാം, 12 ലക്ഷം രൂപ മുടക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 30 ലക്ഷം രൂപയുണ്ട്, എനിക്കതുകൊണ്ട് ഇനഫ് ആണെങ്കിൽ മുടക്കാം. അതേസമയം എൻ്റെ കയ്യിൽ ആകെ 5 ലക്ഷം രൂപയുള്ളൂ. അതിൽ 4.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആകുള്ളൂ എങ്കിൽ ലോഗോയ്ക്ക് എത്ര മുടക്കണം എന്നുള്ളതൊരു സംരംഭകൻ്റെ ചോദ്യമാണ്. അവൻ 50,000 രൂപയിൽ അത് 10,000 രൂപയിൽ ഒതുക്കി ChatGPT ലോഗോ എടുത്താലും തെറ്റില്ല. ChatGPTയോ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ക്യാൻവയിലോ അവനൊരു ലോഗോ ഉണ്ടാക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം 4.5 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, കമ്പനി റണ്ണാവില്ല. ട്രേഡ് മാർക്ക് നമ്മൾ എടുത്തില്ല എന്ന് കരുതുക, നമുക്ക് കച്ചവടം വരുമ്പോൾ നമുക്ക് ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കച്ചവടമേ നടന്നില്ലെങ്കിൽ പിന്നെ ട്രേഡ് മാർക്ക് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ തന്നെ അലോക്കേറ്റ് ചെയ്യുക.
എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് 15 ലക്ഷം രൂപ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് ചിലവാക്കി. അപ്പോൾ അവരോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് തരും, മാർക്കറ്റ് സ്റ്റഡി നടത്തും, ഇതൊക്കെ നടത്തും എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ മേടിച്ചു. അവസാനം അദ്ദേഹത്തിന് കിട്ടിയത് വലിയൊരു കല്യാണ ആൽബം പോലത്തെ ഒരു ബുക്കാണ്. ആ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ലോഗോ ഉണ്ടായിരുന്നു. മറ്റേ ചായക്കപ്പിൽ ലോഗോ ഇങ്ങനെ വരും, ടീഷർട്ടിൽ ഇങ്ങനെ വരും, ഹോർഡിങ്ങിൽ പെൻ സ്റ്റാൻഡ്, ഹോർഡിങ്, മറ്റേ അവിടെ പാക്കിങ്, മറ്റേ കലണ്ടർ. അയാൾ ഒരിക്കലും ഈ കലണ്ടർ അടിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ആകെപ്പാടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ, ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാക്കിങ്ങുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് അങ്ങനെയൊക്കെയാണെങ്കിൽ പാക്കിങ്ങിൽ ചെയ്യുമായിരിക്കും. അല്ലാണ്ട് അദ്ദേഹം ഹോർഡിങ് ചെയ്യാനുള്ള കാശ് മൂപ്പരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ വലിയ ട്രക്ക് ബ്രാൻഡ് ചെയ്യാനുള്ള കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഇദ്ദേഹം ഒരു 100-150 പേജിൽ ലോകത്തെ എല്ലായിടത്തും ഈ ലോഗോ വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് സ്ട്രാറ്റജി ആയിട്ട് ചെയ്തത്. അത് ചെയ്യണം. പക്ഷെ ഇപ്പൊ കാഡ്ബറീസ് അല്ലെങ്കിൽ നെസ്ലെ ഇവര് തുടങ്ങിയപ്പോ ചിലപ്പോൾ ആ നെസ്ലെന്ന് വെറുതെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അവരുടെ കയ്യിൽ ഇമ്മൻസി ഫണ്ടായപ്പോഴാണ് അവർ കോടികൾ മുടക്കിയത് റീബ്രാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ കാഡ്ബറീസ് റീബ്രാൻഡ് ചെയ്തപ്പോൾ മോള് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഷോ ഇത്രയും പൈസയ്ക്ക് റണ്ണിങ് ടെസ്റ്റിൽ ഞാൻ വേണമെങ്കിൽ എഴുതാനായിരുന്നു, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഇത്രയും കാശ്. പിന്നീടാണ് അതും ഒരു മാർക്കറ്റിംഗ് ആണ്. റീബ്രാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ്, അതായത് അവർ എത്ര രൂപയ്ക്കാണ് റീബ്രാൻഡ് ചെയ്തതെന്ന് അവർ പുറത്തു വിട്ടാലാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അവർ തുടങ്ങിയ സമയത്ത് ചിലപ്പോൾ അവരുടെ ലോഗോയ്ക്ക് അവർ പൈസ പോലും മുടക്കിയിട്ടുണ്ടാവില്ല. അവർ ആ നെസ്ലെ എന്ന് വെറുതെ എഴുതി, അല്ലെങ്കിൽ കാഡ്ബറീസ് എന്ന് വെറുതെ എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ റീബ്രാൻഡ് ചെയ്യുന്നത് ഒരു സമയത്ത് എത്തിയപ്പോൾ അവരുടെ കയ്യിൽ പേയ്മെന്റ് ഉള്ളപ്പോഴാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മുന്നേ കൂട്ടി ചെയ്ത് വെക്കാം. നമുക്ക് ഈ ബുക്ക് ഉണ്ടാക്കാനും അല്ലെങ്കിൽ കലണ്ടറിൽ എങ്ങനെ വരും, ടീഷർട്ടിൽ എങ്ങനെ വരും ഒക്കെ നമുക്ക് അതിന് മുന്നേ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. പക്ഷെ അതാണ് ഇപ്പൊ രംഗു പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം പറയില്ലേ കോമൺ സെൻസ് ആണെന്ന് പറഞ്ഞില്ലേ. ഒരു ഓൺട്രപ്രണർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു കോമൺ സെൻസ് ആണ്. അപ്പൊ 5 ലക്ഷം രൂപയുള്ള ആള് 4.5 ലക്ഷം രൂപ കൈ പിടിച്ചിട്ട് 50,000 രൂപയുടെ ഇത് ലോഗോ ഉണ്ടാക്കണോ, അതോ 50,000 രൂപ കൈ പിടിച്ചിട്ട് 4.5 ലക്ഷം രൂപയുടെ ലോഗോ ഉണ്ടാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് ആണ്. അല്ല, ഈ പനമ്പള്ളി നഗറിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബ്രാൻഡാണ്. എന്നാൽ ഒരു 100 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും അവരുടെ കടയിൽ വന്നിട്ടാണ് ഗോൾഡ് വാങ്ങുന്നത്. വളരെ വേണ്ടപ്പെട്ടൊരു ബ്രാൻഡാണ്, 3 അക്ഷരമുള്ളൊരു ബ്രാൻഡാണ്. അപ്പം ആ ബ്രാൻഡിൻ്റെ ലോഗോ ഞാൻ ചോദിച്ചു എത്ര രൂപ ഈ ലോഗോ, ഭയങ്കര രസമുണ്ടല്ലോ, ഇത് 4,000 രൂപയുള്ളൂ. 100 കോടി വിറ്റുവരവുള്ള ബ്രാൻഡിന് 4,000 രൂപയിൽ ലോഗോ ചെയ്യാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോമൺ സെൻസ് ആണ്. അന്ന് അദ്ദേഹം അതിന് വേണ്ടി ഫണ്ട് മുടക്കിയിട്ടില്ല. ഇന്ന് അദ്ദേഹം റീബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ 40 ലക്ഷം രൂപ അതൊരു ബ്രാൻഡിങ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകം എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻ ആണ്. അതിൽ തൊട്ട് കളിക്കാതിരിക്കുക. ഒന്ന്, ബാക്കി കച്ചവടം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആദ്യം കച്ചവടം ഉണ്ടാക്കാനുള്ള വഴിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആ റൗണ്ട് കച്ചവടം അല്ലെങ്കിൽ ആ സെയിൽസ് എന്ന് പറയുന്ന റൗണ്ട് എന്ത് ചെയ്യണം, ആദ്യം കറക്റ്റാക്കിയിട്ട് മാത്രം നമ്മൾ മറ്റു പരിപാടിക്ക് പോകുന്നതാണ്. പ്രയോറിറ്റി മനസ്സിലാക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക, എല്ലാവരും പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും അടുത്ത കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബ്രാൻഡുമായിട്ട് സംസാരിച്ചത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എല്ലാവർക്കും അവൻ 2 ലക്ഷം രൂപയ്ക്കാണ് ചെയ്യുന്നത്. അവൻ എനിക്ക് 75,000 രൂപയ്ക്ക് ലോഗോ ചെയ്തത്. ഇദ്ദേഹം വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എല്ലാവർക്കും 75,000 രൂപയ്ക്കാണ് ചെയ്യുന്നത്, ഇവർ 75,000 രൂപയ്ക്കാണ് ചെയ്തേക്കണം. അപ്പം കച്ചവടം ചെയ്യാനിരിക്കുന്ന ഓപ്പോസിറ്റ് ഞാനാണെങ്കിലും വേറെ ആരാണെങ്കിലും അവരവർക്ക് അവരവരുടെ കച്ചവടം നടക്കുക എന്നുള്ളത് പ്രയോറിറ്റി ചെയ്യും. അതിൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്സ് അവർ യൂസ് ചെയ്യും. അത് ഞാനും ചെയ്യും, ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിങ്ങളും ചെയ്യും. ഇനി എന്നെ കേൾക്കുന്ന എല്ലാ ആൾക്കാരും കച്ചവടക്കാരാണ് ഇതൊക്കെ പറയും. അപ്പോൾ അത് കുറ്റമല്ല, കച്ചവടം നടക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രയോറിറ്റിയാണ്. അപ്പോൾ ആ പ്രയോറിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുക. അതാണ് ഒരു കച്ചവടക്കാരന് ആദ്യം, ഒരു ഓൺട്രപ്രണർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ് വേണ്ട സാധനം ഇതൊക്കെയാണ്. എവിടെ ക്യാഷ് സേവ് ചെയ്യാമെന്ന് പഠിച്ചേ പറ്റൂ, അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ പല ബ്രാൻഡിന്റെ അടുത്തും സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യമാണ്, ഇപ്പം ഇപ്പം മുളക് പൊട്ടീൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിലും പെട്ടെന്നുള്ളൊരു സക്സസ് ആയിരുന്നു. ഈവൻ അവർ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് ഒരു സക്സസ് ആയിരുന്നു, ഒരു 6 months കൊണ്ട് അവർക്ക് ഉണ്ടായത്. അപ്പോൾ പെട്ടെന്ന് സക്സസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് പലർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ? ഈ സക്സസ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. അതായത് നമ്മൾ എത്ര പൊസിഷനിലെത്തി അല്ലെങ്കിൽ നമ്മൾ എത്ര സക്സസ് ആയി തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ആണ്. 1. 2, നമുക്ക് ഫിനാൻഷ്യൽ സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം വരും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ, ഇപ്പം മോള് പറഞ്ഞതുപോലെ ഇപ്പം മുളക് പൊട്ടി, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 10 പ്രൊഡക്റ്റ് ആയിരിക്കും വിറ്റുപോകുമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ അവർക്കൊരു 100 പ്രൊഡക്റ്റ് വിറ്റുപോയി. അപ്പോൾ അത് അവരുടെ വലിയൊരു സക്സസ് ആണ്.
പക്ഷേ ഈ ഒരു സക്സസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് പലർക്കും പറ്റുന്നത്. ഇപ്പം സക്സസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഭയങ്കര വിജയിച്ചു എന്ന് ഭയങ്കര പുറത്തിറങ്ങിയിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ലെവലാണെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കാലം നമ്മളെ ടേക്ക് ചെയ്ത നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, ഇവരെല്ലാവരും നമ്മളിൽ നിന്ന് അകന്നു പോകും. കാരണം നമ്മൾ അവളെന്തോ വലിയ ഇതായി എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഒരു റീസെൻ്റ്ലി നമ്മൾ ഒരു വളരെ കോമൺ ആയിട്ട് ഒരാളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 3 വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഹിറ്റായി, ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഒരു വീഡിയോയില് ഹിറ്റായുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 3-4 വീഡിയോ അവരുടെ ഹിറ്റായതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ സംസാരിക്കുന്നത്, ഇപ്പം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഫോണിൽ വിളിച്ചാൽ കിട്ടുമ്പോൾ പലരും തിരക്കുകൾ കാരണം ഫോണിൽ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരും. പക്ഷേ ചില വ്യക്തികളൊക്കെ ഞാനെന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. നമുക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ കൂട്ടുകാരുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നമ്മളെ ഒരു സ്നേഹത്തോടെ കാണണം, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ആ രീതിയിൽ നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ വളരെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, ഞാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു EV. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വണ്ടിയും കൊണ്ട് ഒരു ദിവസം നമുക്ക് കറങ്ങാൻ പോകുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സാധാരണ വീടുകളിൽ മാറി നിന്നു, പിന്നെ അവൾ പുതിയ വണ്ടി എടുത്തു, ഒരു ഇഷ്ടക്കേടോടുകൂടി ആയിരിക്കും പറയുന്നത്. അതിനെക്കുറിച്ച് ചിലപ്പോൾ ആരും സംസാരിക്കുക പോലും ഇല്ല. കാരണം ഇന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല മൈലേജും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പറയുക പോലും. അപ്പോൾ അവിടെ എൻ്റെ ഒരു കസിൻ ബ്രദർ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇപ്പോഴും എനിക്ക് അവരുടെ പണ്ടത്തെ അന്നക്കൊച്ചായിട്ട് നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവരെനിക്ക് ആ ഒരു അവരുടെ സ്പേസിലേക്ക് എന്നെ അവർ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ സക്സസ് ഹാൻഡ്ലിങ് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുമാണ്. അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടാവാതെ പോകും. അതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ഒരു കാര്യം. സക്സസ് ഹാൻഡ്ലിങ് തന്നെ പറഞ്ഞ ഒരു വിഷയമാണ്. അതിനേക്കാളും വലിയൊരു വിഷയമുണ്ട്. നമ്മൾ സക്സസ് ആയി എന്ന് മറ്റൊരാൾക്ക് തോന്നുകയാണെന്നിരിക്കട്ടെ. ഇപ്പം ഞാനൊക്കെ വളരെ സാധാരണ ലെവലിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എല്ലാവരോടും സൗഹൃദമൊക്കെ സൂക്ഷിച്ച് എല്ലാവരും നമ്മളെ അങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് സക്സസ് ആകുമ്പോൾ ശത്രുക്കളുണ്ടാകും. ഞാൻ ഒരു ജനപ്രതിനിധിയായിട്ട് വളരെ അടുത്ത സൗഹൃദം എന്നല്ല, എൻ്റെ ആവശ്യത്തിനും വിളിക്കാവുന്ന ഒരു ബന്ധമായി. അപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തിരി കമ്മ്യൂണിസ്റ്റൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റൊക്കെ 2011 തോന്നുന്നു. ഞാൻ ആ പോസ്റ്റിനെ കുറിച്ച് മറന്നുപോയി. 2009-10 കാലഘട്ടത്തിലാണ് തോന്നുന്നു. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഈ ജനപ്രതിനിധിയുടെ സുഹൃത്താണ്. വളരെ പെട്ടെന്ന് അയച്ചു കൊടുത്തേക്കാണ്, ഇവനോടാണ് ഇപ്പം നിങ്ങൾ മിണ്ടിക്കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഒരാവശ്യമില്ല, ഇപ്പം ഏതാണ്ട് 10 വർഷത്തിന് മുകളിലായി, 10-15 വർഷമായി. അപ്പം അത് അയച്ചു കൊടുത്തു. അപ്പം ഒരു വ്യക്തി സക്സസ് ആയി എന്ന് തോന്നുന്നതിന് ഒരു അടിസ്ഥാനപരമായ കാരണം ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകും. രണ്ടാമത്, നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് പലപ്പോഴും ഞാനിങ്ങനെ ബൈക്കിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പയ്യനാ കയറി വരും, ഇവനെ തോളത്തൊക്കെ തട്ടി നന്നായി വരും എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് ശത്രുക്കളാണ്. ഈ തോളത്ത് തട്ടുന്നത് എവിടെ വരിക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് എന്നോട് ശത്രു തോന്നുന്ന കാര്യമില്ല. എൻ്റെ കൂടെ പഠിച്ച ആളാണ്, എൻ്റെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഒരു പഴയ ഒരു കമൻറ്റ് എടുത്തിട്ട് ഒരാൾക്ക് അയച്ചു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഞാനത് വളരെ സിമ്പിളായിട്ട് വിട്ട് കളഞ്ഞു. ഒരു ചെറിയ അസൂയോ എന്തെങ്കിലും ആയിരിക്കാം, അത് വിട്ട് കളഞ്ഞു. നമ്മുടെ അടുത്ത ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാണ്, ശത്രുവാണ്. എവിടെയാണ് ശത്രു ആവുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ വളർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, അവൻ്റെ തലപ്പൊക്കം എത്തുന്നത് വരെ നമ്മൾ ചേർത്ത് നിർത്തും. അദ്ദേഹത്തിനേക്കാൾ മുകളിലേക്ക് നമ്മൾ വളർന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ ശത്രുവായിട്ട് മാറും. അപ്പോൾ സക്സസ് ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ആൾക്കാർ നമുക്ക് ശത്രുവായിട്ട് മാറും. അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഉയരത്തിൽ നമ്മൾ എത്തിന്നിരിക്കുക. ഒരു എവറസ്റ്റ് പോലെ സ്ഥലത്ത് എത്തിക്കാനാകും പറയും, അന്നേ എനിക്ക് അറിയാമായിരുന്നു അവൻ രക്ഷപ്പെടുമെന്ന്. അന്നേ അവനെ ഞാൻ നോക്കി വെച്ചതാ, എൻ്റെ പയ്യൻ അവൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷെ നമ്മൾ വലുതാകുമ്പോഴും നമ്മൾ ചെറുതാകുമ്പോഴും നമ്മുടെ തോളത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവരോടൊപ്പമാണ് സക്സസ് എൻജോയ് ചെയ്യേണ്ടത്. അവരെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലാത്ത ആൾക്കാരെ നമുക്ക് ഇഗ്നോർ ചെയ്യാം, അവരെ നമ്മൾ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. സക്സസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവർക്കും സ്പേസ് കൊടുക്കണം എന്നുള്ളതല്ല. നമ്മളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അവരെ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അവർക്ക് ഒരിക്കലും തോന്നരുത് ഇവൻ അവൈലബിൾ അല്ല,
ഇവൻ വലുതായി എന്ന് തോന്നുന്നത്. ബാർബറായ ഒരു ബാലൻ ഉണ്ടാകരുത് അശോക് കുമാറിൻ്റെ ജീവിതത്തിൽ. ബാർബറായ ബാലൻ്റെ കഥ നമ്മൾ കൈയടിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു ബാർബർ ബാലൻ എന്ത് ചെയ്യരുത്, അശോക് കുമാറിന് ഉണ്ടാകാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് എന്ത് ചെയ്യുന്നത്, നല്ലതാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് സക്സസ് മീൻസ് ടു യു? എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കോടികളുടെ ടേൺ ഓവറോ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളോ ഒന്നുമല്ല. ഇല്ലാത്ത സാധനം സക്സസ് അല്ല, എന്നാലും നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ, നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ എനിക്കൊരു നമ്മൾ കാലിന് നീര് വയ്ക്കും. അപ്പോൾ ഈ കാലിന് നീര് വയ്ക്കുമ്പോൾ ആ നമുക്ക് ചെരുപ്പ് പോയത് മേടിക്കണില്ല. അപ്പം അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ എനിക്ക് ആ സമയത്ത് നല്ലൊരു ചെരുപ്പ് മേടിച്ച് തരാൻ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ വീട്ടിലെ കുറേ പ്രശ്നങ്ങൾ കാരണം പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് അദ്ദേഹം ഇന്നൊരു ബ്രാൻഡിൻ്റെ ചെരുപ്പ് മേടിച്ചിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു സക്സസ് ആണ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ സക്സസ് ആയി വിശ്വസിക്കുന്ന ഒരാളാണ് അവിടെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോളേജിൽ എന്നെ അവർ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്, ഞാനവിടെ സക്സസ് ആയി വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയും എത്തിപ്പെടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിൽ, എന്നാൽ നമുക്ക് ഒരുപാട് നന്മയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ നമുക്ക് എന്തൊക്കെയോ ആകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത്. രംഗുവിൻ്റെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. എനിക്ക് ചുമ്മാ അങ്ങ് ചിന്തിക്കുക, എപ്പോഴും സക്സസ് ആണെന്ന് ചിന്തിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര പ്രശ്നം വന്നാലും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാൾ. വലിയ പ്രശ്നം വന്നാലും വലിയ സങ്കടം വന്നാലും ഞാൻ എന്തോ സക്സസ് ആണ് എന്നൊരു മിഥ്യാധാരണയായിരിക്കും. എനിക്കത് ജീവിതകാലത്തുടനീളമുണ്ട്. പഠിച്ച കാലഘട്ടത്തിലുണ്ട്, ജീവിച്ച കാലഘട്ടത്തിലുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പിന്നെ സക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ചിലപ്പോൾ ഡ്രസ്സ് മാറിക്കാണും, വ്യത്യാസങ്ങൾ വന്നതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അതായിരിക്കാം സക്സസ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു ഉയരമുള്ള സ്ഥലത്ത് വളരെ ധൈര്യത്തോടെ മുണ്ടും മടക്കി കുത്തി നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ നോക്കിയിട്ട് നീ കള്ളനല്ല, കള്ളൻ ആണ് എന്ന് പറയാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ സക്സസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം, എനിക്ക് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം, കുറേ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ല. പക്ഷെ എന്നിരുന്നാലും ധൈര്യത്തോടെ എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നിന്നെ പറ്റിച്ചു, ഞാൻ കള്ളനാണ് എന്ന് പറയാത്തിടത്തോളം കാലമാണ് ഞാൻ സക്സസ് ആണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. വാക്കുകളൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്, പറഞ്ഞ സമയത്ത് പലതും ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയും ഇന്ന കാരണം കൊണ്ടാട്ടോ എന്ന് പറഞ്ഞ് പറ്റിക്കാനായിട്ട് ചെയ്തതല്ല എന്ന് പറയുന്ന സാഹചര്യം. അപ്പം അങ്ങനെ ഒരു കള്ളൻ എന്ന് വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ സക്സസ് ആയിട്ട് കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലിരിക്കും. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ കൊച്ചു സാറിനോട് ചോദിക്കുകയാണ് എന്താണ് സക്സസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരം വേറെ ആയിരിക്കും, അദ്ദേഹത്തിന് ഇതൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ മോക്കുടെ ഉത്തരം വേറെ പലരായിരിക്കും. ഇപ്പൊ ഒരു എംപ്ലോയി ആയിരുന്ന ഒരാളാണ്, അവിടുന്ന് മോളിപ്പോ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോ മേ ബി അതായിരിക്കാം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാവും. ആ വിഷൻ ബോർഡ് ആയിരിക്കും. ഇപ്പൊ വിജയ് മല്യയോട് പോയി ചോദിക്കുന്നത് നമ്മള് എന്താണ് സക്സസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇതൊന്നും ആയിരിക്കില്ല പറയുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. എനിക്കതാണ് സന്തോഷം നൽകുന്നത് സക്സസ്. ഞാൻ ഇത് എൻ്റെ നിർവചനമാട്ടോ, ഇത് മറ്റുള്ളവർക്ക് ബാധകമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് ഒന്നുമില്ലെങ്കിലും ഞാൻ സക്സസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ ഉണ്ടാകുമ്പോൾ അത് എക്സ്ട്രാ അറൗൺസ് ആണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പം പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഫെയിലർ ആവുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണല്ലോ. ഇപ്പം നിങ്ങളുടെ രണ്ടാളുടെയും കേസ് പറയുകയാണെങ്കിൽ അന്ന ചേച്ചി ആദ്യമേ ഇവിടുത്തെ ഒരു എംപ്ലോയി ആയിരുന്നു, അതിൽ നിന്നൊരു പാർട്ട്ണറായ ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം പലപ്പോഴും അത്രയും അടുപ്പമുള്ള പരിചയമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പലരും പിരിഞ്ഞു പോയ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ പഠനമായിട്ട് വരുന്നതിന് പുറകിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. എല്ലാത്തിനേക്കാളും ഉപരി ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ പല ബ്രാൻഡുകൾക്ക് പറ്റുന്നതും അല്ലെങ്കിൽ പല വ്യക്തികൾക്ക് പറ്റുന്നതും ഇവർ തുടങ്ങുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടാവാത്ത സമയത്ത് ഒരു വീഡിയോ പ്രശ്നം വഴക്കൊന്നും ഉണ്ടാവുന്നില്ല. ഈ അക്കൗണ്ട് ബാലൻസ് കൂടുന്നത് വെച്ചിട്ടാണ് പലപ്പോഴും പാർട്ട്ണർഷിപ്പുകൾ പിരിയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുമ്പോഴാണ്. ഇപ്പൊ ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ 5 രൂപയ്ക്ക് കണക്ക് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരാ.
ഞങ്ങളുടെ വഴക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു സംരംഭം നാളെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ റീസൺ അന്വേഷണത്തിൽ വന്നാൽ പറയും തലേ ദിവസത്തെ എക്സ്പെൻസ് എഴുതിയപ്പോ ഒരു 5 രൂപയുടെ കുറവുണ്ടാകും. അപ്പൊ അത് എവിടെ പോയി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഈ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാനും രംഗും തമ്മിലുള്ളൊരു കോമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് സോറി പറയാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ഒരു രീതിയിലും സോറി പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കുഞ്ഞിലെ പോലെ ഒരാളോട് ഞാൻ സോറി പറഞ്ഞിട്ടില്ല. രംഗുവിനാണെങ്കിൽ എന്ത് ചെയ്താലും സോറി കേൾക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. അപ്പൊ ചിലപ്പോ ഞാൻ വിട്ടുകൊടുക്കുമായിരിക്കും, ഒരു സോറി പറഞ്ഞാൽ തീരുവല്ലോ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ രംഗു വിട്ടുകൊടുക്കുമായിരിക്കും. ഇത് വിട്ടുകൊടുക്കലാണ്. അത് ബിസിനസ്സിൽ മാത്രമല്ല, നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എടുത്താൽ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ലൈഫിലേക്ക് വന്നാൽ പോലും ഈ വിട്ടുകൊടുക്കലാണ് എല്ലാ പാർട്ട്ണർഷിപ്പുകളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ പാർട്ട്ണർഷിപ്പുകൾ ഇപ്പൊ എന്നെ ഈ പറഞ്ഞതുപോലെ ഈ ആണുങ്ങൾക്കൊരു ഈഗോ ഉണ്ടല്ലോ, സമ്മതിക്കില്ലായിരിക്കും. അതായത് ഇവരൊരു മെയിൽ ഷോവിനിസം എന്ന് പറയുന്ന സാധനത്തെ ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോ ഒരു ആണിൻ്റെതായ ഈഗോയിലാണ് രംഗു സംസാരിക്കുന്നതെന്നുള്ളത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവുമായിരിക്കും. സമ്മതിക്കില്ല, അതെനിക്ക് ഉറപ്പായിരിക്കും, ഉറപ്പാ. അല്ല, ഈ പാർട്ണർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം, ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു കല്യാണം പോലെ എപ്പോഴും പറയും. വിവാഹമോചനത്തിന് സാധ്യത ഉള്ളിടത്തു നിന്നാണ് കല്യാണം ആരംഭിക്കുന്നത്. അവരൊരിക്കലും ഒന്നിച്ചു പോകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലല്ല യാത്ര തുടങ്ങുന്നത്. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഒരു ചായ ഉണ്ടാക്കുന്നത് പോലെയാണ്. ആദ്യം കടുപ്പം കൂടും, പിന്നെ കടുപ്പം കുറയും, മധുരം കൂടും, മധുരം കുറയും. ചിലർക്ക് അവസാനം ആ ചായ ശരിയാകും, ചിലർക്ക് എത്ര ഇട്ടാലും ഈ ചായ ശരിയാകൂല. ഇപ്പൊ നമ്മുടെ ചായ ശരിയായി കഴിയുമ്പോൾ നമ്മുടെ ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, വർക്കാവും. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. അയാള് ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വരുന്ന നമ്മുടെ പാർട്ട്ണർ പെർഫെക്റ്റ് അല്ല നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവിന്റെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അല്ലല്ല. അപ്പൊ നമ്മൾ മനസ്സിലാണ് ആ കുറവുകളോട് കൂടി എന്ത് ചെയ്യണം, അവരെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുകയാണ്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടാൻ ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്, നന്മകളുണ്ട്. ഈ കുറവുകളും നന്മകളും മനസ്സിലാക്കി അങ്ങനെ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടെ നിർത്താൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു സുന്ദരമായ ഒരു യാത്ര. അങ്ങനെ ഒരു യാത്ര ഉണ്ടാകുക എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കൊച്ചു പറഞ്ഞല്ലോ, ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാകില്ല. അപ്പൊ എനിക്ക് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ പിരിവിൽ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം മോശമായത് കൊണ്ടോ ഞാൻ നല്ലതായത് കൊണ്ടോ അല്ല. ഞങ്ങൾ തമ്മിൽ ചായ ഉണ്ടാക്കിയപ്പോൾ ആ ചായ എന്ത് ചെയ്തില്ല, സെറ്റായില്ല. ഒന്നുകിൽ പാലിന്റെ പ്രശ്നമായിരിക്കാം, ചായപ്പൊടിയുടെ വിഷയമായിരിക്കാം, എവിടെയോ ഞങ്ങൾ തമ്മിൽ സെറ്റാകാതെ പോയി. അത് ആരുടെയും കുറ്റോ ആരുടെയും കുറവോ ഒന്നുമല്ല. നാളെ അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എനിക്കും വിഷമം ഉണ്ടാകും. അദ്ദേഹം നന്നായിട്ടിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല, ഞാൻ നന്നായിട്ടിരിക്കണമെന്ന് അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരിക്കൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലെപ്പോഴും ആ ബോണ്ടിങ് ഉണ്ടാകും. ശത്രുത ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ മനസ്സിലെവിടെയോ ആ ബോണ്ടിങ്ങും നിലനിൽക്കും. നാളെ ഞാനും അന്യം തമ്മിൽ തെറ്റിപ്പിരിയില്ല എന്നുള്ള യാത്രയിൽ ചിലപ്പോൾ നാളെ സംഭവിച്ചു എന്ന് അപ്പൊ അങ്ങനെ വന്നാൽ പോലും ആ ഒരു ബോണ്ടിങ് അവിടെ എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പൊ ആ ബോണ്ടിങ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക, രണ്ടുപേർക്കും നല്ലത് വരണമെന്ന് ആലോചിക്കുക, നമ്മുടെ ചായ ശരിയാകട്ടെ എന്ന് ആഗ്രഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കാം, അതായിരിക്കും ഒരു നല്ലതെന്ന് തോന്നുന്നു. പിന്നീട് ചോദിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ മെന്റേഴ്സിന്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, മെന്റേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സിന്റെ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഒരു ബിസിനസ് ഒരു ട്രെയിനറിനെ അല്ലെങ്കിൽ ഒരു മെന്ററിനെ എടുക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഒരു ഗുരു ഒരാൾക്ക് പഠിക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഗുരുവിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു മോശം അദ്ദേഹം പഠിപ്പിക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ടല്ല, ഓരോ ഘട്ടത്തിലും ഓരോ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം, മെന്ററായിട്ട് വേണം. ലൈഫ് ലോങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മെന്ററെ തന്നെ കൂടെ നിർത്താൻ പറ്റില്ല. നഴ്സറി പഠിക്കുന്നതല്ല ഒന്നിൽ പഠിക്കുന്നതല്ല പത്തിൽ പഠിക്കുന്നതല്ല ഡിഗ്രി, അവിടെ നിന്നുള്ളതല്ല MA. ജീവിതത്തിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ ചിലപ്പോൾ അപ്പനായിരിക്കാം ഗുരുനാഥൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത് പറഞ്ഞു തന്നിരിക്കുന്ന പ്രായമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ആളുകളൊക്കെ. ആ ഗുരുനാഥന്മാർ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ ഗുരുനാഥന്മാർ പറയുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്, അപ്പാടെ വിഴുങ്ങരുത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഒരു ട്രെയിനർ സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നമായിരിക്കും. അത് നമുക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടി വെച്ചിട്ട് അദ്ദേഹം പറയണം ഓങ്ക്രീം കുട്ടിച്ചാത്ത എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ ഒരു ട്രെയിനർ പറയുമ്പോൾ എല്ലാം ശരിയാകണമെന്നുമില്ല. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കോമൺ സെൻസ് ആണ് വേണ്ടത്. ട്രെയിനർ ആവശ്യമാണ്, ഇനി അത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ആവശ്യമില്ലെങ്കിലും പ്രശ്നമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ കച്ചവടം വളരാൻ ആവശ്യമായത് എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ എടുക്കുക എന്നുള്ള സ്വാർത്ഥ മനോഭാവം നമുക്ക് ഒന്നാമതായിട്ട് വേണം. ആ സ്വാർത്ഥത എന്ന് പറയുന്ന സാധനമാണ് ഫസ്റ്റ് വേണ്ടത്. ആ ട്രെയിനർ പറയുന്ന എല്ലാ അപ്പാടെ വിഴുങ്ങിയിട്ട് രക്ഷപ്പെടില്ല.
നമ്മൾ നമ്മുടേതായ രീതിയിൽ ആവശ്യമുള്ളത് സ്വാർത്ഥതയോടെ എടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കോമൺ സെൻസിൽ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം എല്ലായിടത്തും കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മളത് കൂട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ഉപദേശം സ്വീകരിക്കാൻ. രണ്ടാമതായിട്ട് മെന്റർഷിപ്പിൽ കാണുന്ന വലിയൊരു അബദ്ധമുണ്ട്. ട്രെയിനേഴ്സിലെല്ലാം ഒരുപാട് പേര് മെന്ററായിട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് വിജയിച്ചു വന്ന സ്റ്റാർട്ടപ്പുകളിലെ പല ആൾക്കാരും മെന്ററാകും. ഈ മെന്ററായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ വിലയുള്ള സാധനം 3 ലക്ഷം രൂപയ്ക്ക് അടിച്ചു മാറ്റി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റാർട്ടപ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മെന്റർ ഇദ്ദേഹമാണ്, ഇദ്ദേഹം എനിക്ക് 3 ലക്ഷം രൂപ തന്നിട്ട് എൻ്റെ ഷെയർ ഇത്ര പെർസെൻറ്റേജ് എടുത്തു. ഞാൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 ലക്ഷം രൂപയുടെ സാധനമാണ് അദ്ദേഹം 3 ലക്ഷം രൂപയ്ക്ക് എടുത്തത്. അത് മെന്ററായി നിന്നിട്ട് പറ്റിക്കുന്ന ആൾക്കാരും നമുക്ക് ചുറ്റിലുമുണ്ട്. ഈ മെന്ററായിട്ടുള്ള അദ്ദേഹം അപ്പം 3 ലക്ഷം രൂപയ്ക്ക് അത് മേടിച്ചു. 30 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഏകദേശം റഫിലി നോക്കുമ്പോൾ അദ്ദേഹം 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് മേടിച്ചത്. അപ്പോൾ ആ മെന്ററുടെ ലക്ഷ്യം എന്താ? മെന്ററിങ് അല്ല, വിഴുങ്ങുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചുറ്റും ഷാർക്കുകളുണ്ട്, നല്ല മെന്റേഴ്സ് ഉണ്ട്, നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, മോശം ട്രെയിനേഴ്സ് ഉണ്ട്, ചുമ്മാ കാശിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി, കോമൺ സെൻസ്. ഞാൻ എപ്പോഴും പറയും കോമൺ സെൻസ് ആണ് വേണ്ടത്. ആ സാധനം എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. നമ്മളെ എടുത്താൽ പറ്റിക്കുകയില്ല, നമ്മൾ തന്നെ ഉറപ്പാക്കണം. അതാണ് നിർബന്ധമായിട്ടും വേണ്ടത്. ട്രെയിനിങ് ആവശ്യമാണ്, ഗുരു നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. പക്ഷെ നമ്മളും ശ്രദ്ധയോടെ വേണം ഗുരുക്കന്മാരെ കാണാൻ. കാലഘട്ടം വേറെയാണ്, അത് ചിന്തിക്കണം. ഇപ്പം സ്ത്രീകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോഴാണ് പിന്നെ അതിനൊരു മാറ്റം വന്നത്. ഇപ്പം അന്ന ചേച്ചി ആണെങ്കിൽ ഇപ്പോൾ ഒരു 6 years എത്ര ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്? ഞാനൊരു ഓൺട്രപ്രണർ ആയിട്ട് 6 വർഷം. എൻ്റെ 24ാമത്തെ വയസ്സിലാണ് സ്പാർക്ക് തുടങ്ങുന്നത്. എനിക്ക് ഇപ്പം ഒരു വുമൺ ഇൻ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ ഫേസ് മാത്രമായിരുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്കൊരു പവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരായിരിക്കില്ല അതിൻ്റെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അവർ ഫേസ് മാത്രമായിരിക്കും, ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും. പലപ്പോഴും സബ്സിഡി കിട്ടാൻ വേണ്ടി പെൺകുട്ടികളെ മറ്റേ പാർട്ണറായിട്ടോ അല്ലെങ്കിൽ MD ആയിട്ടൊക്കെ നിർത്തിയിട്ട് ബാക്ക് എൻഡിൽ ബോയ്സ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഈ പെൺപിള്ളേർ മൾട്ടി ടാലന്റഡ് ആണ്, മൾട്ടി ടാസ്കർ ആണെന്നൊക്കെ പറയുന്നത് കറക്റ്റായി. ഇപ്പം പലപ്പോഴും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ സ്പാർക്കിന്റെ തുടക്കകാലത്തിലൊക്കെ ഇന്റർവ്യൂ കേട്ടിട്ട് അതിന്റെ ക്യാപ്ഷൻ എഴുതുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ ഈ ഇന്റർവ്യൂ കേൾക്കുന്നത് പലപ്പോഴും രാവിലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ രാവിലെ 7:30 ഹെഡ്സെറ്റ് കുത്തിയിട്ടായിരിക്കും കേൾക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒരു വിലയിരുത്തൽ നടത്തുന്നത് നമ്മൾ ഈ ഹെഡ്സെറ്റ് കുത്തി. അപ്പൊ നമ്മുടെ കുക്കിംഗ് നടക്കും, ഇത് നടക്കും. ഇല്ലെങ്കിൽ നമുക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് ഫോം, വീട്ടിലെ അമ്മേനെ അല്ലെങ്കിൽ അപ്പനെ ഫോം വിളിച്ചോണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അവളുടെ അമ്മായിയമ്മയാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത്, കൊച്ചിനെ വിടുന്നത്, എല്ലാ കാര്യവും ചെയ്യുന്നത്. ഒരു കാര്യവും ചെയ്യാറുള്ളത് കള്ളത്തരമാണ് സംഭവിക്കുന്നത്. അപ്പോ ഞാനിതുപോലെ അപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഫോൺ വിളിച്ച് ഒരാളോട് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ നമുക്ക് ഈ മൾട്ടി ടാസ്കഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് അത് പെൺകുട്ടികൾക്ക് കൊടുത്തേക്കുന്ന ഒരു കഴിവാണ്. അത് എന്തോ കുറെ കാര്യങ്ങൾ ഇപ്പൊ കായികക്ഷമതയിൽ ബോയ്സ് ആണ് കൂടുതൽ പറയുന്നത് പോലെ ഗേൾസിനെ സംബന്ധിച്ച് കായികക്ഷമതയിലായിരിക്കില്ല ചിലപ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ ബുദ്ധിപരമായിട്ട് ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു നല്ലൊരു നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ഉള്ളൊരു പെൺകുട്ടി, നമ്മുടെ ഭാര്യയാകാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താകാം, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളാകാം, അല്ലെങ്കിൽ ആരും ആകട്ടെ നമുക്ക് പരിചയത്തിലുള്ള, അല്ലെങ്കിൽ അവരെ കൂട്ടിയിട്ട് ബിസിനസ് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. അവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ബോയ്സിനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോട് ഭാര്യ പറഞ്ഞു തരുന്ന സൊല്യൂഷൻ ചിലപ്പോൾ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി സംസാരിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷെ അവർ പറഞ്ഞു തരുന്ന സൊല്യൂഷൻ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. കാരണം അവർ ഒരുപാട് പേര് ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ ബോയ്സ് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ സിറ്റുവേഷനിൽ നിന്നും ഒരിക്കലും മാറുന്നില്ല. അവർ അവിടെ തന്നെ വളരുന്നു, അവിടെ തന്നെ വലുതാകുന്നു, അവിടെ തന്നെ ജീവിക്കുന്നു. പക്ഷെ ഗേൾസ് ഒരു പ്രായം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് വരികയാണ്. അത്രയും കാലം അപ്പന്റെ അമ്മയുടെ കൂടെ നിന്ന് അപ്പൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ അല്ല പിന്നീട് വിളിക്കുന്നത്. അത്രയും നാൾ നിന്നുകൊണ്ടിരുന്ന വീടല്ല, റൂമല്ല, ഒന്നുമല്ല, എല്ലാം നമ്മൾ ഒരു രാത്രി നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ റൂം മാറുകയാണ്, നമ്മുടെ കംഫർട്ട് സോൺ മാറുകയാണ്. പിന്നെ നമ്മൾ ആ വീടിനോട് ഇടപഴകി ജീവിക്കണം. അവിടെ നമുക്ക് പരാതികൾ കുറവായിരിക്കും.
നമ്മൾ ആ വീടിനോട് ഒരു രാത്രി കൊണ്ട് നമ്മൾ ആ വീടിനോട് സെറ്റ് ആവുകയാണ്. അത് ഗേൾസിന് കിട്ടി. പക്ഷെ ഈ പുരുഷന്മാർ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു രാത്രി നിൽക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. നമ്മുടെ റൂം, അവർക്ക് അവരുടെ റൂമിൽ കിടക്കണം, അവർക്ക് അവരുടെ ബാത്റൂം യൂസ് ചെയ്യണം, അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ടാലന്റ് ശരിക്കും ബിസിനസ്സിൽ ഉപയോഗിച്ചാൽ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും, സെയിൽസ് ഭയങ്കരമായിട്ട് കൂടും, ബിസിനസ് ഡെവലപ്പ് ആകാൻ നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇപ്പൊ രംഗുവിനെ കൂടെ കൂട്ടിയതുപോലെ നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളെ കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ കുറെ കാര്യങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും അതുപോലെ തന്നെ വിയോജിപ്പുകളുണ്ട്, ഡിബേറ്റബിൾ ആണ്. ആണുങ്ങൾ എങ്ങനെയാണ്, പെണ്ണുങ്ങൾ എങ്ങനെയാണ്, അതൊരു കമ്പാരിസണിന്റെ ആവശ്യത്തിനേക്കാൾ ഉപരി അത് സ്ത്രീകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും, ജെൻസിന്റെ ഒരു അല്ലെങ്കിൽ മെൻസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാകും. അത് ഡിബേറ്റബിൾ ആണ് എല്ലാ കാര്യത്തിലും. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫെമിനിസ്റ്റ് ആകാം ഒരാളിന്. നമുക്ക് കിട്ടുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരു സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊരാളിനും ആദ്യമേ ഫെമിനിസ്റ്റ് ആകാം. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ടതില്ല. രണ്ടാമത് ഒരു സംരംഭത്തിലേക്ക് വരുമ്പോൾ വുമൺ ഇൻ ബിസിനസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈക്വൽ സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ അന്നയ്ക്ക് വളരെ ഈക്വൽ ആയിട്ട് സ്പേസ് കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാ കാര്യങ്ങളിലും കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഓഫീസിലൊക്കെ ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആണുങ്ങളുടെ ഒരു ചിന്താഗതി അത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. ഇപ്പം പലപ്പോഴും ഓഫ് റോഡൊക്കെ ഓടിക്കുമ്പോഴാണ് ഞാൻ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ആ തിരിച്ചു കൊണ്ടുപോയതിൻ്റെ ഫലത്തിൽ വണ്ടി അങ്ങനെ കയറിപ്പോയി. ശരിക്കും വണ്ടി ഓടുന്നത് ആണോ പെണ്ണോ എന്നുള്ള തിരിച്ചറിവിലല്ല. വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിക്കാനും ബ്രേക്ക് പിടിക്കാനും കൃത്യമായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പെണ്ണാണെങ്കിലും വണ്ടി ഓഫ് റോഡ് കയറി പോകും. വണ്ടിയുടെ BHP അതിലൊക്കെയാണ് വണ്ടി കയറി പോകുന്നത്, അല്ലാണ്ട് ആണോ പെണ്ണോ എന്നുള്ളതല്ല. കച്ചവടം അങ്ങനെ തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങിലാണ് കച്ചവടം എന്ത് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനേജ് ചെയ്യുന്നതിലുമാണ്. അപ്പോൾ അത് ആണെടുത്താലും പെണ്ണെടുത്താലും തീരുമാനം നല്ലതായാൽ മതി. അവിടെ ഒരു വുമൺ ഇൻ ബിസിനസ്സെന്നോ മെൻ ഇൻ ബിസിനസ്സെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. തീരുമാനങ്ങൾ നന്നായി എടുക്കുക, ആ ഡിസിഷൻ സംരംഭത്തിന് ഗുണമാണോ എന്ന് നോക്കുക. ആണെടുത്താലും പെണ്ണെടുത്താലും അത്രേ ഉള്ളൂ. മറ്റ് അല്ല പറഞ്ഞ കുറേ കാര്യങ്ങളോട് ഞാൻ ഡിബേറ്റബിൾ ആണ്. അത് പറഞ്ഞ് ഇടി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പിന്നീട് ഒരിക്കൽ നമുക്ക് അതിൽ ഇടി ഉണ്ടാക്കാം. അതല്ല, അത് രംഗു പറഞ്ഞൊരു കാര്യം കറക്റ്റ്. കാരണം ഞാനൊരിക്കൽ രംഗൂര് ഒരു താറുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ ഒരു ഓഫ് റോഡ് പോയപ്പോ ഒരു സ്ഥലത്തോടെ പോയി. അപ്പൊ അത്ര നേരം ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് രംഗുവിനോട് പറഞ്ഞു, നീ മീൻസ് ഞാൻ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വഴിക്ക് എനിക്ക് ഓടിക്കാൻ പറ്റാത്ത, നീ എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അതെന്താ ഓടിക്കാൻ പറ്റാത്ത? ഞാൻ ഇത് ഓടിക്കാൻ പറ്റത്തില്ല, ഇത് മറ്റേ ഭയങ്കര ഇത് കല്ലും ഇതൊക്കെ കിടക്കണം, ഇതിൽ എനിക്ക് ഓടിക്കാൻ പറ്റുന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ വണ്ടിക്ക് അറിയില്ല ഇത് ഓടിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന്. വണ്ടിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക, കൃത്യമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് സ്റ്റിയറിംഗ് പിടിക്കുക. ഇതല്ലാതെ വണ്ടിക്ക് ഒരു കാലഘട്ടത്തിൽ അറിയത്തില്ല ഇത് ഓടിക്കുന്നത് ആണാണോ പെണ്ണാണോ, പെണ്ണ് ഓടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന്. അപ്പൊ അത് നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രമാണ്. അത് മാറ്റാൻ റെഡി ആയാൽ മാത്രമാണ് നിനക്ക് എവിടെയാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിയാണ്, നോക്കിക്കഴിഞ്ഞപ്പോ ശരി, ഞാൻ രംഗു പിടിക്കുന്നത് പോലെ തന്നെ ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടുമല്ലോ. അപ്പം അത് വണ്ടിക്ക് അറിയത്തില്ലോ. അപ്പൊ ഞാനന്ന് വളരെ ധൈര്യത്തോടു കൂടിയ വണ്ടി എടുത്തു. പക്ഷെ അവിടെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. എനിക്കും ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് നല്ലൊരു ഇപ്പം എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ നല്ലൊരു പുഷ് കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റും. അത് ഒരു കാലഘട്ടം വരെ ആൺപെൺ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറെയൊക്കെ മാറി തുടങ്ങി. നമ്മുടെ മക്കളിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ വളർത്തുന്നത്. കായികക്ഷമതയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലായികയൊന്നുമല്ല. ഇപ്പൊ എവറസ്റ്റ് സ്ത്രീകൾ കയറുന്നുണ്ടല്ലോ, ആണുങ്ങൾ മാത്രമല്ല കയറുന്നത്. ഏറ്റവും അപ്രാപ്യമെന്ന് തോന്നുന്ന എല്ലാ ഇടങ്ങളിലേക്കും എന്ത് ചെയ്തു സ്ത്രീകൾ എത്തിയത് നല്ല മുന്നേറ്റമാണ്. മുന്നേറണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊരു പെൺകൊച്ചാണ്, എനിക്ക് പെൺകൊച്ചുങ്ങളാവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് പെൺകൊച്ചിനെ ദൈവം തരികയും ചെയ്തു. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ അതുണ്ടോ ഇല്ല എന്നൊക്കെ വീണ്ടും ചോദ്യം വരുന്നത് ഞാൻ ടൈമിൽ പറയുകയാണ്. അപ്പം അങ്ങനെ ഓരോ വ്യക്തിക്കും എന്തുണ്ട്, ആൺ പെണ്ണെന്നതിനപ്പുറത്തേക്ക് കഴിവുകളുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിയുക, അതിന്മേലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ വൈകാറൊക്കെ ഉണ്ടല്ലോ. ഇത് അവരുടെ ഒരു ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ഗുഡ്വില്ലിനെ ബാധിക്കും. പക്ഷേ ഈ മേടിച്ച പലരും തിരിച്ചു കൊടുക്കാത്തത് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തതായിരിക്കില്ല. അവരുടെ കയ്യിൽ പലപ്പോഴും ആ കാശ് തിരിച്ചു കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാകില്ല. നമ്മൾ പറയാം, അവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കില്ല. എപ്പോഴൊരു വ്യക്തി വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കുന്നത്, എല്ലാവരും നല്ലവരായിരിക്കും, ഞാൻ ആരെയും മോശക്കാരായിട്ട് കാണുന്നില്ല. മോശക്കാരുണ്ടാകുമായിരിക്കാം, പക്ഷെ അവർക്ക് പാലിക്കാൻ പറ്റാതെ വരുന്ന അവർ വിചാരിച്ച പോലൊരു ഇൻഫ്ലോ വരില്ല. ഞാൻ 15-ാം തീയതി ഒരാൾക്ക് കടം മേടിച്ച തുക കൊടുക്കാമെന്ന് പറയും. പക്ഷേ എനിക്ക് ആ തുക 20-ാം തീയതിയാണ് വരുന്നതെങ്കിൽ 15-ാം തീയതി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാക്ക് പാലിക്കാൻ പറ്റില്ല. തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ, തുടക്കകാലത്ത് നല്ല വളർന്നാൽ പോലും പലപ്പോഴും നേരിടുന്നൊരു കാര്യമാണ് അവനത് തിരിച്ചു കൊടുക്കാൻ ടൈമിൽ പറ്റാതിരിക്കുക. എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവില്ല. നമ്മളെല്ലാവർക്കും കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രോപ്പർലി നമ്മുടെ കയ്യിൽ ഫണ്ട് വരില്ല. അപ്പോൾ പലപ്പോഴും പറയും, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് ഫണ്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയം
മാറ്റാൻ പറ്റും. ഒരു അക്കൗണ്ട്, പല ആൾക്കാരും പറഞ്ഞു കേട്ടോ, ഒരു അക്കൗണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടാണ് നിങ്ങൾ അല്ല. ഒരു സംരംഭകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലിക്വിഡിറ്റി ഇല്ലാത്തതാണ്. ആ ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സംരംഭകൻ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അടുത്താൽ വീണ്ടും ലിക്വിഡിറ്റി ഇല്ലാത്തൊരു വിഷയം വരുള്ളൂ. ഇപ്പോൾ സോഹോ പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന ജോലി ചെയ്യാൻ ഇപ്പോൾ പല ആപ്ലിക്കേഷൻസും ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫണ്ട് ഫ്ലോ വരാനായിട്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി വരാനായിട്ട് എന്തില്ല, ഒരു ഓപ്ഷനില്ല. അവൻ ആദ്യം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ബാങ്ക് എന്ത് ചെയ്യില്ല, ലോൺ തരില്ല. ഇനി ബാങ്ക് ലോൺ കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓക്കെ ആകുമ്പോൾ ചിലപ്പോൾ സിബിൽ സ്കോർ ഉണ്ടാവില്ല. പലപ്പോഴും മനുഷ്യൻ പടവെട്ടുന്ന ഒരു സാധനമാണ് സിബിൽ സ്കോർ. 500-400 ആയിരിക്കും. ഒരു ഫോൺ പോലും ചിലപ്പോൾ സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്തവരുണ്ടാകും. അപ്പോൾ സംരംഭകൻ്റെ ആദ്യത്തെ പ്രശ്നം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല. ഇനി ലോൺ കിട്ടാൻ എലിജിബിൾ ആയവർക്ക് ചിലപ്പോൾ സിബിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ട് ലോൺ കിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരുടെയും പുറകെ നടക്കും. ഈ കാശുള്ള ആൾക്കാർ ഒരുപാട് നടത്തിക്കും. പലരും ഒരു പിച്ചിടേക്കുമായിട്ട് ചെല്ലാൻ പറയും, ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ നടത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ആ ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് പോലെയായിരിക്കും ഈ ഫണ്ട് കിട്ടുക. അപ്പോൾ ഈ ഫണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഒരു സംരംഭകൻ കടക്കാരനാകുന്നത്, വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവനാകുന്നത്, ആൾക്കാരുടെ മുമ്പിൽ തലയുയർത്താൻ പറ്റാതെ വരുന്നത്. അവനവിടെ പടവെട്ടേണ്ടി വരുന്നത് ബാങ്കുകളോടാണ്, സിബിൽ സ്കോറുകളോടാണ്, ഇൻവെസ്റ്റേഴ്സിനോടാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കാൻ പലപ്പോഴും പല സംരംഭകനും പല വാക്കുകളും പാലിക്കാൻ പറ്റും, പല അത്ഭുതങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറയണേ, ഞാൻ പറയണേ, എനിക്കൊരു വർഷം ഞാൻ 20% റിട്ടേൺ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ 15% റിട്ടേൺ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നല്ല ആളുകൾ പോലും ഫണ്ട് കൊടുക്കില്ല. 20% കുറവാണ്, ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യം പലിശക്കാരനെ പോലെ ചിന്തിക്കും. എന്നിട്ട് അവരപ്പോൾ പറയണം, മുക്താദർ പോലത്തെ അല്ലെങ്കിൽ മറ്റൊരാൾ വ്യക്തി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ 50% തരാം, അപ്പം തന്നെ അല്ലെങ്കിൽ 100% തരാം. ഒരിക്കലും കൊടുക്കാൻ പറ്റില്ലാത്തൊരു ഫിഗറുമായിട്ട് വരും. 1 കോടി, 2 കോടി, 3 കോടി, എന്നിട്ട് നമ്മളൊരു 1000 കോടിയുടെ തട്ടിപ്പ് ഇവിടെ നടന്നു എന്ന്. മനുഷ്യൻ്റെ ആർത്തിയാണ് തട്ടിപ്പിന് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. ആർത്തി മൂത്തിട്ട് കൊണ്ടായിട്ട് എന്ത് ചെയ്യാം, എനിക്ക് കുറേ വേണം എന്നുള്ളതാണ്. അതേസമയം ജെനുവിനായിട്ടുള്ള സംരംഭകരൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, നല്ല ഐഡിയ ഉണ്ട്, നല്ല ആശയമുണ്ട്, കഴിവുണ്ട്, എന്തോരം പേരാണ് വരുന്നത്, അവർക്കൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നില്ല. ബാങ്കുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്യാൻ. ആദ്യഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പേടിയാണ്, മാനേജേഴ്സിനെ റിസ്ക് എടുക്കാനുള്ള പേടി ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാതെ. എന്നാലും അവർ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടില്ല എന്നല്ല, കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, പേടി കൊണ്ടായിരിക്കാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെയുള്ള സമൂഹം മടിക്കുന്നത്, ന്യായമായ റിട്ടേൺ പറയുന്നവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ സമൂഹത്തിന് ഒരു മടിയുണ്ട്. കള്ളന്മാരുടെ അടുത്ത് പോയിട്ട് തല വയ്ക്കാൻ എന്തില്ല, ഒരു പേടിയും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ എപ്പോഴും കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തോരം പേര് സഹായിച്ചാൽ രക്ഷപ്പെടും. അവിടെയാണ് ആവശ്യമില്ലാത്തവരെ സഹായിച്ച് വെട്ടിലാകുന്ന മലയാളികൾ. അത് ആടുതേക്ക് മാഞ്ചിയം മുതൽ അവസാനം അൽ മുക്താദിർ വരെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഇനിയെങ്കിലും പാഠം ഉൾക്കൊണ്ടിട്ട് ഈ സംരംഭകർക്ക് ഫണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ബന്ധുക്കളോ അങ്ങനെയുള്ള ആളുകളൊക്കെ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ വലിയൊരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ ഒരുപാട് സംരംഭങ്ങളെ ജയിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ കടം കൊടുക്കാത്തവരെ, കടം തിരിച്ചു തരാത്ത സംരംഭകരെ കുറ്റം പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ഏതൊരു പോയിന്റിലായിരിക്കണം ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ടത്? ഇപ്പം മിക്കവരും ഇനിഷ്യൽ സ്റ്റേജിലെ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ എക്സ്പാൻഷന് വേണ്ടിയിട്ടും സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ എപ്പോഴായിരിക്കണം ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ടത്? ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത് വലിയ തലവേദനയുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വളരണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ, ലിക്വിഡിറ്റി വേണം. അപ്പം നമ്മൾ ഏത് പോയിന്റിലാണോ സ്റ്റക്ക് ആവുന്നത് ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ പിന്നീട് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ സ്കെയിലപ്പ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇപ്പോൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തേക്കുന്ന ബ്രാൻഡുകളും പൂട്ടിപ്പോയേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സ്കെയിലപ്പിന് വേണ്ടി ശ്രമിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയും എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റർക്കും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഇൻവെസ്റ്റർക്കും ഉണ്ടാകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ നമ്മൾ സെറ്റപ്പ് റെഡിയാക്കി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. നമ്മൾ നമ്മുടെ പില്ലറൊന്നും ശരിയാക്കിയില്ല, നമ്മുടെ അടിസ്ഥാനം ഒന്നും ശരിയല്ല, എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ പില്ലർ ശരിയല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, അത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. അപ്പോൾ ഇൻവെസ്റ്ററും ബുദ്ധിമുട്ടാണ്, നമ്മളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സെറ്റപ്പ് റെഡിയാക്കിയിട്ട് വേണം സ്കെയിലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരിടയ്ക്ക് കേരളം മുഴുവൻ വളർന്നു വന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, എവിടേക്ക് നോക്കിയാലും ആ ബ്രാൻഡിൻ്റെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ, ചെറിയ കിയോസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇതിങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെ അവരുടെ പ്രശ്നം വരുന്നത് ഒരു ഫുഡ് ബ്രാൻഡായിരുന്നു. ക്വാളിറ്റി പ്രശ്നം വന്നുകൊണ്ട് ഫ്രാഞ്ചൈസി ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അവരുടെ ആ ക്വാളിറ്റി അവരുടെ ആദ്യത്തെ 10 ഷോപ്പിലുണ്ടായിരുന്ന ക്വാളിറ്റി അവർക്ക് 50ാമത്തെ ഷോപ്പ് വന്നപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അവരുടെ സിസ്റ്റത്തിൽ അവരുടെ സെറ്റപ്പ് റെഡി ആവാതിരുന്നത് കൊണ്ടാണ് സ്കെയിലപ്പ് ചെയ്തപ്പോൾ പ്രശ്നം വന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സെറ്റപ്പ് റെഡിയാക്കാനായിട്ടായിരിക്കും വേണം ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അവിടെ നിന്ന് വേണം. അപ്പോൾ ചിലപ്പോൾ പലരുടെയും കയ്യിൽ അത് ഉണ്ടാവുമായിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ എന്നുള്ള കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. ഇത് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ പോകാനും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുന്നത്. ഇപ്പം എക്സ്പാൻഷൻ്റെ കേസ് പറയുമ്പോൾ ഫ്രാഞ്ചൈസിയാണ് കുറച്ചും കൂടി ഈസിലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഈ ഫ്രാഞ്ചൈസിയിലോട്ട് വരുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക ഫ്രാഞ്ചൈസികളും ഫെയിലായി പോകുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു എക്സാമ്പിളും അതുപോലെ തന്നെയായിരുന്നു. എക്സാമ്പിൾ അത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്ന് തോന്നുന്നു. കാരണം ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം ബ്രാൻഡുകൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വന്നതുകൊണ്ട് പൂട്ടിപ്പോയ ബ്രാൻഡുകളുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടും പൂട്ടിപ്പോയ ബ്രാൻഡ്. ഇപ്പോൾ ബൈജൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് നല്ലതാകാം മോശമാകാം. നല്ലൊരു ബ്രാൻഡായിരുന്നു, നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അത് പൂട്ടിപ്പോകേണ്ട അല്ലെങ്കിൽ വലിയൊരു വഴക്കിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, അത് എടുത്താൽ അതിന് തക്കതായൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ടോ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടോ എന്ന് ചിന്തിക്കണം. നമുക്ക് എവിടെയാണോ ലിക്വിഡിറ്റി ആവശ്യം, ഒരു സംരംഭകൻ വളരുന്നത് എങ്ങനെ, അവൻ ചിന്തിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുമ്പോൾ, ചിന്തിക്കുന്നത് പോലെ ചെയ്യണമെങ്കിൽ അവനൊരു സിസ്റ്റം വേണം, ഫണ്ട് ഫ്ലോ വേണം, ലിക്വിഡിറ്റി വേണം. അപ്പോൾ ഇത് രണ്ടും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കേണ്ടതും മൂവ് ഓൺ ചെയ്യേണ്ടതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം അതേപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ. ഇന്ന് പല ബ്രാൻഡുകൾ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, പക്ഷെ അത് കൂടുതലും ഫെയിലർ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ടെക്നോളജികൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ബ്രാൻഡിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കമ്പ്യൂട്ടറുകളുടെ കാര്യത്തിൽ ടെക്നോളജി മാറി വരുന്നുണ്ട്. പണ്ടാണെങ്കിൽ ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റും പഠിച്ചവർ അത് കമ്പ്യൂട്ടറിലേക്ക് മാറി. അവിടെ നിന്ന് CD ഇപ്പോൾ മറ്റേ ഇതിലേക്ക് മാറുന്നു, ഹാർഡ് ഡിസ്കുകളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ക്ലൗഡിലേക്ക് മാറുന്നു. അങ്ങനെ ടെക്നോളജി എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് എല്ലാവരും വന്നിട്ട് പറയുകയാണ് ടെക്നോളജി എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്ന ടെക്നോളജികൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പോവുകയാണ്. നമുക്ക് ടെക്നോളജിയെക്കുറിച്ച് നമ്മളും ഒരു ബേസിക് നോളജ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു കഥ പറയാം. ആദ്യമായിട്ട് ഞാൻ ഒരു വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് ഒരാൾ 40,000 രൂപ ചാർജ് ചെയ്തു. എന്നിട്ട് ഞാൻ വെബ്സൈറ്റ് തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെബ്സൈറ്റ് അടിച്ചുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത്. പറഞ്ഞു ഒരുപാട് ആൾക്കാർ കയറിയപ്പോൾ ഈ വെബ്സൈറ്റിന് താങ്ങാൻ പറ്റിയില്ല, അങ്ങനെ അടിച്ചു പോയതാണ്. ബാൻഡ് വിഡ്ത്ത് കൂട്ടുമെന്ന് പറഞ്ഞ് കുറേ കാശും കൂടെ മേടിച്ചു. പക്ഷേ അത് എങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർക്കാവും, ഇടയ്ക്കിടയ്ക്ക് വർക്കാവില്ല, സ്റ്റോറി ഇടുമ്പോൾ വരില്ല. അങ്ങനെ ആ വെബ്സൈറ്റ് വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ആ വെബ്സൈറ്റ് ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ വേറൊരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, 40,000 രൂപ തന്നെ ചിലവ് വരും, പക്ഷേ ഞാൻ ഒരു തീം നിങ്ങൾക്ക് തരാം, ഈ തീമിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ മതി, വളരെ കൃത്യമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു തീമൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്ത് ഒരു വെബ്സൈറ്റ് അതിങ്ങനെ വർക്ക് ചെയ്ത് ഒരു 6 മാസം പോയപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു, ഇത് പൈറേറ്റഡ് തീമാണ്, ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾ കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ രൂപ ഡോളറിൽ നഷ്ടപരിഹാരം വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതെ നമ്മൾ തീം പർച്ചേസ് ചെയ്യുകയല്ല ചെയ്തത്, ഞാൻ വേറൊരു തീം കോപ്പി ചെയ്യുകയോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉരുണ്ട് കളിച്ച് അവസാനം ഞാൻ തിരിച്ച് കത്ത് മാപ്പ് അയച്ചു, ഞാൻ ഇപ്പോൾ തന്നെ മാറ്റിയേക്കാം, എന്നെ സമസ്ത അപരാധവും ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ അയച്ചിട്ട് ഞാൻ വേഗം വെബ്സൈറ്റ് ബാക്ക് ചെയ്യിക്കാൻ പറഞ്ഞ്. അപ്പോഴാണ് എൻവരാന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് വേണം, നല്ല ആൾക്കാരാണ്, അവർ വന്നിട്ട് എന്നോട് രജീഷൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളൊരു സൈറ്റ് ചെയ്യാം. അവർ വളരെ കൃത്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, 5,000 രൂപ ഏകദേശം എത്ര $, പറഞ്ഞു, അത്രയും $, വരും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് വേഡ്പ്രസ്സിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ലൊരു വെബ്സൈറ്റ് എനിക്ക് ചെയ്തു തന്നു. ആ വെബ്സൈറ്റ് എന്നെ സംബന്ധിച്ച് കുറേ കാലം റൺ ചെയ്തു, നന്നായിട്ടൊക്കെ പോയി, നല്ല രീതിയിലേക്ക് പറഞ്ഞു തന്നത് പോലെ 40,000 രൂപ 50,000 രൂപ എങ്ങനെയാണ് ചിലവ് വന്നത്. അത് നന്നായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 2 പേരെ പഠിച്ചു, 3ാമത്തെ ആൾ എനിക്ക് നല്ലതായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നിട്ട് കുറച്ച് കാലം മാറി നിന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത് പഴയ മോഡൽ ആണ്, വേഡിലല്ല ചെയ്യണം, നിങ്ങൾ PHPയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് PHPയിൽ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ കാശൊക്കെ മേടിച്ചു. 1.5 ലക്ഷം രൂപയോളം അദ്ദേഹം മേടിച്ച് എന്തൊക്കെയൊക്കെയോ ചെയ്തു. അവസാനം ആ സാധനം വർക്കാവണില്ല. നമ്മളിടുന്ന ഹെഡറിൻ്റെ കീഴിൽ ആയിരിക്കില്ല സ്റ്റോറി വരുന്നത്, വേറെ ആയിരിക്കേണ്ട. അവസാനം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് തന്നെ ഇങ്ങനെ ചെയ്തത് എന്ത് ചെയ്തു അത്ര നന്നായില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് അറിയാതുകൊണ്ട് PHP നല്ല ഫ്രെയിം വർക്കാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് വേഡ്പ്രസ് എന്നറിയില്ല, എന്താണ് PHP എന്നറിയില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് വേറൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഞാനും അന്യൊക്കെ വന്ന് പാർട്ണർഷിപ്പിലേക്ക് വന്നു. അപ്പോൾ വെബ്സൈറ്റ് ആവശ്യമായി വന്നപ്പോൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് പോലത്തെ സാധനങ്ങൾ ചാനൽ ഉണ്ടാക്കാൻ പറഞ്ഞു, ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുവരെ പറ്റിയത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്തു, പറ്റിച്ചു. 2019 കോവിഡിൻ്റെ സമയത്താണ്. ഇത് ശരിക്കും ചെയ്യേണ്ടത് ലെറാവൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 5.5 ലക്ഷം രൂപ ചിലവ് വരും. അതിൽ പൈത്തൺ എന്നല്ലേ പറഞ്ഞത്, അങ്ങനെ എന്തൊക്കെയോ ടൈം പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെയാണ് ചിലപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ, ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അപ്പോൾ അന്നമ്മയോട് ചോദിച്ചപ്പോൾ അന്നമ്മ പറഞ്ഞു സലാം കൊടുക്ക് രംഗു, അത് നമുക്ക് വേറെ ലെവൽ സാധനം എടുക്കും, നമ്മളത് റിലീസ് ചെയ്യുന്ന പരിപാടി വെക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ വൻ പ്ലാനൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സൈറ്റ് അദ്ദേഹം കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിച്ചു, കാണിച്ചു. ആദ്യം കണ്ടപ്പോൾ നമുക്കൊരു കുഴപ്പവും തോന്നിയില്ല. നമ്മൾ പറഞ്ഞു കൊള്ളാം, നമ്മൾ ഉദ്ദേശിച്ച സാധനം നിങ്ങൾ തന്നു എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്തു. പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് കുറേ കാശ് അതിലും പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമ്മൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസ് എന്ന് പറഞ്ഞ ഹെഡറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ന്യൂസ് വരുന്നത് ഹോം പേജിലായിരിക്കും. ഹോം പേജിലിട്ടാൽ ചിലപ്പോൾ അവർക്ക് തോന്നിയൊരു സ്ഥലത്ത് വരും, ചിലപ്പോൾ അത് വെബ്സൈറ്റിൽ വരും, ചിലപ്പോൾ ഫോട്ടോ വരും, ചിലപ്പോൾ ഫോട്ടോ വരില്ല. അങ്ങനെ ഇത് വർക്ക് ചെയ്യണില്ല. വിളിച്ചു വെച്ചപ്പോൾ ആളുകൾ 1.5 ലക്ഷം രൂപ വേണ്ടി തരണം, അപ്പോഴാണ് വീണ്ടും ശരിയാക്കാൻ. അപ്പോൾ മേടിച്ച കാശ് ഓൾറെഡി പോയി, 4.5 ലക്ഷം രൂപ അതിന് പോയി. വീണ്ടും ചോദിച്ചപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാണല്ലോ തന്നത്. അല്ല അതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവസാനം എന്തെങ്കിലും വാക്കും തർക്കമൊക്കെ ആയി അവസാനം ആ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞ് എല്ലാം കടന്നു, എനിക്കിനി വേണ്ട. അപ്പോൾ അവസാനം ഞാൻ വെബ്സൈറ്റിനോട് മാനസികമായിട്ട് എന്ത് ചെയ്തു, ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ഓരോന്നും ഓരോ ഫ്രെയിം വർക്കുകളാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു തീം പർച്ചേസ് ചെയ്ത് ചെറിയ രീതിയിൽ 30,000 രൂപ തൊട്ട് ചെയ്യാം, അല്ലെങ്കിൽ 15,000 രൂപ തൊട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണ പിന്നീടാണ് എനിക്ക് ഇത്രയും പറ്റിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. അതെന്നെ പഠിപ്പിച്ചത് ടിനോ സോഫ്റ്റ്വെയറിലെ ഡാൽവി എന്ന് പറഞ്ഞ ആളും കൂടെ എന്നെ ഞങ്ങളെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഡാൽവിനെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളല്ല, മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ടത്. അപ്പം ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ പോലും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട്. വെബ്സൈറ്റ് ചെയ്യുന്നതിൽ പറ്റിക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജി എന്ത് പറഞ്ഞാലും ഇപ്പോൾ AI എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചാൽ എന്തും ഇവിടെ വിൽക്കാം. അത് ഞങ്ങൾ AI എനേബിൾഡ് ആണ്, അല്ലെങ്കിൽ AI ഇൻ്റഗ്രേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ വിൽക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളോട് ഒരാൾ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുന്നത്, എല്ലാ വിഷയത്തിലും സ്റ്റഡി ചെയ്യുന്നതും ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. ഇതൊക്കെ കുറേ ഞാൻ എല്ലാ കമ്പനികളിൽ നിന്നും ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പലരും പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, പറ്റിക്കാനുള്ള അബദ്ധങ്ങളാണ് അറിയായ്മ കൊണ്ട് സംഭവിക്കുന്നത്. നല്ല ആൾക്കാർ ചുറ്റുമുണ്ട്, എന്തുകൊണ്ടോ നമ്മളൊക്കെ ആദ്യം നല്ല ആൾക്കാരുടെ അടുത്ത് എത്തൂല. നമ്മൾ ഏറ്റവും അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ മിട്ടുമുയലിനെ വഴി കാണിക്കുന്ന പോലെ അവസാനമാണ് നല്ല ആൾക്കാരുടെ അടുത്ത്. അതിന് മുമ്പ് കുറേ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, ചൂഷണം ചെയ്യും, അല്ലെങ്കിൽ ചെയ്യപ്പെടാനുള്ള സാധ്യത. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ കൃത്യമായ വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഈ പറ്റിക്കപ്പെട്ടതുകൊണ്ട് ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ടെക്നോളജി അത്യാവശ്യമാണ്. മാറുന്ന എല്ലാ ടെക്നോളജികളും നമ്മളുടെ കമ്പനിയിൽ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. AI വന്ന AI കൊണ്ടുവരണം. AI ഇപ്പോൾ വളരെ വലിയ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ChatGPT, Canva, അങ്ങനെ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളും ടൂളുകളും പുതുതായിട്ട് കുട്ടികൾ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഓഫീസിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. പക്ഷേ നമ്മളൊരാൾ പറ്റിക്കാതിരിക്കാനും കൂടെ നമുക്കൊരു മിനിമം അതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടാവണം. ഞാൻ അന്നൊരു മണ്ടനായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ അനമേ? നമ്മളന്ന് ഭയങ്കര മണ്ടന്മാരായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ? നമ്മളെല്ലാവരും പറ്റിച്ചിട്ടുണ്ട് അതിൽ. അല്ല, നമുക്ക് അറിയില്ലാത്തത് കൊണ്ട്. ഇപ്പം ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് പല അബദ്ധങ്ങളും പറ്റുന്നത്. അപ്പോൾ ഈ അറിവില്ലായ്മയാണ് പലപ്പോഴും. കാരണം നമുക്കൊന്നും അറിയില്ല. നമ്മളിപ്പോൾ പോയിട്ട് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ആശയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചിട്ടാണ് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 50,000 രൂപ ചിലവുള്ളൂവെങ്കിൽ ഫ്രഷ് ടു ഹോമിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ 50 ലക്ഷം രൂപ ചിലവുണ്ടാകുമായിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ മാറിയിരിക്കും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ബേസിക് നോളജ്, നമുക്ക് എല്ലാത്തിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടാവണം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്കൊരു അവരിങ്ങനെ പറയുമ്പോൾ അതിങ്ങനെയാണെന്ന് പറയാനുള്ളൊരു ബേസിക് നോളജ് ഉണ്ടാവണം. പിന്നെ നമ്മളൊരു രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കണം. നമ്മൾ വലിയ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ഇതിനൊക്കെ അറിയാവുന്ന ഒരാളുടെ ഒപ്പീനിയൻ എടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ രണ്ടാൾക്കും ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഓണേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ മാത്രമൊന്നും ഞങ്ങൾ വളർന്നിട്ടില്ല മോളെ. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോമൺ അഭിപ്രായമായിരിക്കും, കോമൺ സെൻസ് ഉണ്ടാവുക, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക. നമ്മൾ ഓൺട്രപ്രണർ ആകാൻ തിരഞ്ഞെടുത്തവരാണ്.
അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു എംപ്ലോയി ആയിട്ടൊക്കെ നിന്ന് പോകേണ്ടവരായിരുന്നു. പക്ഷെ നമ്മളവിടെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഓൺട്രപ്രണറായിട്ട് മാറുന്നത് നമുക്ക് ഉള്ളിലുള്ളൊരു സ്പാർക്ക് കാരണമായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ അബദ്ധങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും കൊണ്ടായിരിക്കും നമുക്ക് വലിയ ലോകം കീഴടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാത്ത പോകുന്നു. അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോക്കസ് വളരെ കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വിജയം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയും കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ഇന്ന ദിവസം വീഡിയോ ഇടണം, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറയാറുണ്ട്, നാളത്തെ റീൽ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. കാരണം നാളെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് അറിയില്ല നാളെ ഒരു ലീവായിരുന്നോ അല്ലെങ്കിൽ നാളെ ബന്ധായിരുന്നോ എന്ന് അറിയില്ല. അപ്പോൾ നാളത്തെ കാര്യങ്ങൾ ഇന്നേ ചെയ്ത് വെക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക, എപ്പോഴും സത്യസന്ധമായിട്ടിരിക്കുക, മറ്റുള്ളവരെ മാക്സിമം പറ്റിക്കാതിരിക്കാൻ നോക്കുക. ഒരു ഓൺട്രപ്രണറല്ല, എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഒരു ലൈഫിൽ കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് മൂല്യങ്ങളുണ്ടാകും. ആ മെറിറ്റ്സ് കാത്തു സൂക്ഷിക്കുക, അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. അല്ലേ രഞ്ജി? അല്ല, പിന്നെ നമ്മളെല്ലാ ഓൺട്രപ്രണേഴ്സും എല്ലാ വ്യക്തികളും ഓരോ സെക്കൻഡിൽ ഓരോരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നു അത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. നമ്മളൊരു ദിവസം ചിലപ്പോൾ 100-ലധികം അല്ലെങ്കിൽ 50-ലധികം തീരുമാനങ്ങൾ നമ്മൾ അറിയാതെ എടുക്കുന്നുണ്ടാകും. ആ പേപ്പറിൽ ഒപ്പിടുന്നുണ്ടാകും, ഈ പേപ്പറിൽ ഒപ്പിടുന്നുണ്ടാകും. ഈ തീരുമാനങ്ങളാണ്, ഈ ആക്ടിവിറ്റീസാണ് ഒരു സംരംഭത്തെ നയിക്കുന്നത്. അതിൽ നമുക്ക് 100% പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റ് വരും. നമ്മൾ ഹ്യൂമൻസ് ആണ്, എറേഴ്സ് സംഭവിക്കുക, റോബോട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ തെറ്റ് പറ്റിയാലും വീണ്ടും തിരുത്തുക, വീണ്ടും ചെയ്യുക, തെറ്റുക, തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതെ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് കുറച്ചധികം നന്നാകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ 3 വർഷം എന്തായാലും തെറ്റുകൾ പറ്റും. പിന്നീടുള്ള 3 വർഷം അത് ശീലമാകും. പിന്നെ നമുക്കത് തിരുത്താൻ പറ്റുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഈ വേഷം ഇട്ട് പോയി. അപ്പോൾ തെറ്റ് പറ്റിയാലും തിരുത്തുക, ഈ വേഷത്തോട് പരമാവധി നീതി പുലർത്തുക. അതെല്ലാ മേഖലയിലും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് ആണെങ്കിൽ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിലൊന്നും ചെയ്യാതിരിക്കുക. ലിക്വിഡിറ്റി ക്രഞ്ച്, അപ്പോൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ പ്രശ്നം അവിടെയായിരിക്കും വരുന്നത്. അപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ സംരംഭകരും വളരണം. ഇവിടെ കുറേ തൊഴിലവസരങ്ങൾ വരണം. അതൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്ന കിനാശ്ശേരി. ആ കിനാശ്ശേരി ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ സംരംഭകരെല്ലാം 100 കോടി ആവാൻ അവരുടെ വീട്ടുകാരെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളായിരിക്കും. കാരണം ഇവരുടെ മാർക്കറ്റിങ്ങും സെയിൽസൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ വളരട്ടെ. അതിന് കുറേ പേരുടെയൊക്കെ ഒരു 3000-ഓളം ബ്രാൻഡുകളായിട്ട് നമ്മൾ ഇതുവരെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പാർക്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു 800-ൽ അടുത്ത വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പേരുടെ ഒരു ബ്രാൻഡിങ് സൊല്യൂഷൻ ആകാൻ ചില ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരവരുടെ വിഷൻ ബോർഡിൽ സംരംഭത്തിൽ സ്റ്റോറി ചെയ്യണം, സ്പാർക്കിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്കും ഉണ്ടാവുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗമാകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനിയും മുന്നോട്ട് പോട്ടെ. ഒരുപാട് ബ്രാൻഡുകൾക്ക് ഒരു വഴിത്തിരിവാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്, അതാണ് ഞങ്ങളുടെ ഒരു വിഷ്. തീർച്ചയായിട്ടും ആ ഉയരത്തിലെത്തും. കാരണം ഇപ്പം അനുചേച്ചി പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സംരംഭകരുടെയും ഒരു സ്വപ്നമാണ് ശരിക്കും സ്പാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദിയിൽ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇത്രയും നേരം നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത രംഗചേട്ടനും ചേച്ചിക്കും ഒരുപാട് നന്ദി. ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. വിളിച്ചാലും ഇന്നൊരു അവസരം തന്നതിലും അതിയായ സന്തോഷം.